എല്ലാ പ്രേക്ഷകർക്കും മൈഫിൻ ബിസിനസ് ഡയലോഗിലേക്ക് സ്വാഗതം. കർഷകർക്ക് 1.66 ലക്ഷം കോടി രൂപ ഫോറക്സിൽ കോടികൾ ലാഭിച്ചുവെന്ന് സർക്കാർ പറയുന്നു. പക്ഷേ വാഹനം നന്നാക്കാനുള്ള ചെലവ് ആരെടുക്കും? ഒരു സാധാരണ മനുഷ്യൻ വർഷങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് ഒരു വാഹനം സ്വന്തമാക്കുന്നു. അത് ഒരു സൗകര്യം മാത്രമല്ല, ഒരു കുടുംബത്തിൻ്റെ സ്വപ്നം, സുരക്ഷ, പ്രതീക്ഷ. കാർബറേറ്റർ മുതൽ ഗാസ്കറ്റുകൾ വരെ പ്രശ്നങ്ങൾ ഉയരുമ്പോൾ ചെലവും കൂടുന്നു. മൈലേജ് കുറയുന്നുണ്ടോ? പഴയ വാഹനങ്ങളുടെ ഭാവി എന്ത്? E20 ഒരു ദേശീയ നേട്ടമാകാം, പക്ഷെ ആ നേട്ടത്തിൻ്റെ ചെലവ് സാധാരണ വാഹന ഉടമയുടെ ചുമലിലാണോ വീഴേണ്ടത്? E20 പെട്രോൾ, ഇനിയും ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ. 35 കോടി വാഹനങ്ങൾ, കോടിക്കണക്കിന് കുടുംബങ്ങളുടെ സ്വപ്നങ്ങൾ. ഇന്ത്യൻ റോഡുകളിൽ ഓടുന്ന പെട്രോൾ വാഹനങ്ങളിൽ എഥനോൾ കലർത്തുമ്പോൾ തകരുന്നത് സാധാരണക്കാരന്റെ പ്രതീക്ഷകളോ? മൈലേജ് കുറയുമോ? എഞ്ചിൻ തകരാറിലാകുമോ? മാറിമറിയുന്ന പ്രഖ്യാപനങ്ങൾക്ക് പിന്നിലെ സത്യാവസ്ഥ എന്ത്? ഈ വിഷയത്തെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യാൻ മൈഫിൻ ബിസിനസ് ഡയലോഗിൽ അതിഥികളായി KG ഗോപകുമാർ, സ്റ്റേറ്റ് പ്രസിഡന്റ്, അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള; അഡ്വക്കേറ്റ് സജൽ P. ഇബ്രാഹിം, UDF പ്രതിനിധി; ഷാബു പ്രസാദ്, വലതുപക്ഷ നിരീക്ഷകൻ; മംഗലശ്ശേരി നൌഫൽ, സ്റ്റേറ്റ് പ്രസിഡന്റ്, അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരള. എല്ലാവർക്കും ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യമായി ഗോപകുമാർ, നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ എന്താണിപ്പോൾ E20 ബ്ലെൻഡഡ് പെട്രോൾ യൂസ് ചെയ്തുകൊണ്ട് പെട്രോൾ വെഹിക്കിൾസിന് കാണാൻ സാധിക്കുന്ന ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് പഴയതരം വാഹനങ്ങളാണ്. ഇവിടെ സൂചിപ്പിക്കുന്ന ഈ നമ്മുടെ നിരത്തിലോടുന്ന വാഹനങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഒരുപക്ഷെ 80%-ലധികം ഈ പഴയ വാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഉപയോഗിക്കുന്ന സാധാരണക്കാരായ ഉപഭോക്താക്കൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി, ഈ വാഹനങ്ങൾ റിപ്പയർ ചെയ്താൽ അതിന് വരുന്ന കംപ്ലൈൻറ്റുകൾ വീണ്ടും ആവർത്തിച്ചു വരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വർക്ക്ഷോപ്പുകളിൽ വാഹനങ്ങൾ വീണ്ടും വീണ്ടും കയറേണ്ടി വരുന്നു. അപ്പോഴതിൻ്റെ കംപ്ലൈൻറ്റ് സ്വാഭാവികമായിട്ടും അതിൻ്റെ അലൂമിനിയം പാർട്സിൽ വരുന്ന അടിഞ്ഞുകൂടുന്ന ഒരു ഫംഗസ് പോലുള്ള ഒരു സംവിധാനമാണ്. ഇതതിൻ്റെ ചെറിയ ജെറ്റുകൾ പോലെ കാർബറേറ്ററിനകത്ത് ഉൾപ്പെടെയുള്ള ജെറ്റുകൾ അടഞ്ഞു പോകുന്ന സമയത്ത് ശരിയായ രീതിയിൽ നമ്മൾ ഫ്യൂൽ ഇഞ്ചക്ട് ചെയ്യാതെ വരുന്ന ഒരു സമയത്ത് വാഹനം സ്റ്റാർട്ടാകാതെ വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് പ്രത്യക്ഷത്തിൽ നമ്മുടെ ഉപഭോക്താക്കൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പോൾ ആ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവർ സാധാരണ വർക്ക്ഷോപ്പുകളെ സമീപിക്കുന്നു. അവർ ആ കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. വീണ്ടും 2 ദിവസമോ 4 ദിവസമോ കഴിയുമ്പോൾ വീണ്ടും ഇതേ കംപ്ലൈൻറ്റ് ആവർത്തിച്ചു വരുന്നു. അപ്പോൾ വീണ്ടും കസ്റ്റമേഴ്സും വർക്ക്ഷോപ്പുകാരും തമ്മിലുള്ള ബന്ധത്തെ ഇത് വല്ലാതെ ഉലയ്ക്കുന്ന ഒരു പ്രതീതിയാണ് സൃഷ്ടിച്ചത്. അപ്പോൾ ആ ആവർത്തിച്ച് ഈ വിഷയം വന്നപ്പോൾ ഞങ്ങളുടെ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള സാധാരണ മെക്കാനിക്കുകൾ ഇതിനെപ്പറ്റി കൃത്യമായി പഠിക്കുകയും ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരതിനെ പ്രതികരിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു ബോധ്യപ്പെട്ടു. അങ്ങനെ എത്തനോൾ പെട്രോൾ ഉപയോഗിച്ചാൽ കുഴപ്പം വരാത്ത രീതിയിലുള്ള നൂതന കാർബറേറ്ററുകൾ ഫിറ്റ് ചെയ്യുമ്പോൾ ഒരു പരിധിവരെ അതിന് കുറവ് വരുന്നുണ്ടെങ്കിൽ പോലും സാധാരണ കാർബറേറ്റർ ഇരിക്കുന്ന വാഹനങ്ങളിലൊക്കെ തന്നെ കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. അവിടെ വരുന്ന പ്രശ്നം കസ്റ്റമേഴ്സ് ഇത് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. ഞങ്ങൾ എത്തനോൾ പെട്രോളാണ് അടിച്ചത്, അല്ല അതിൻ്റെ ദൂഷ്യഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്നൊരു ബോധ്യത്തിലേക്ക് കസ്റ്റമർ എത്തിക്കൊള്ളണമെന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവർത്തിച്ച് വരുന്ന മെയിൻ്റനൻസ്, പിന്നെ സാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ ലക്ഷക്കണക്കിന് കോടി രൂപ ഖജനാവിലേക്ക് എത്തി എന്ന് പറയുമ്പോഴും ഇതിൻ്റെ സാധാരണ ഉപഭോക്താക്കൾ എന്ന് പറയുന്ന ഈ ചെറുകിട വാഹനങ്ങൾ അല്ലെങ്കിൽ പഴയ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരെ മുന്നിൽ കാണാതെയാണ് ഇതുപോലൊരു സംവിധാനം നമ്മുടെ പൊതുജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ടത്. അതിന് പറ്റുന്ന രീതിയിലേക്കുള്ള വാഹനങ്ങൾ നിർമ്മിച്ചതിന് അതിൻ്റെ വാഹനത്തിൻ്റെ യന്ത്ര സൗകര്യങ്ങൾ മാറ്റിപ്പെടുത്തിയതിനു ശേഷം മാത്രമേ ഈ രൂപത്തിൽ വലിയ തോതിൽ ഉള്ള എത്തനോൾ ഉപയോഗിക്കാൻ പാടുള്ളതായിരുന്നു. ഇവിടെ ഉപയോഗിക്കുന്ന 80% വരുന്ന വാഹനങ്ങൾ സാധാരണക്കാരുടെ കയ്യിലാണ്. ഇപ്പം ഇങ്ങനൊരു പ്രശ്നം കണ്ടു എന്ന് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്നൊരു വാഹനം റീപ്ലേസ് ചെയ്യാൻ കഴിയുന്ന സാമ്പത്തിക ശേഷിയിലല്ല. ഒരു സാധാരണ തൊഴിലെടുക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ സാധാരണ യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ബാധ്യതയിലേക്കാണ് കൊണ്ടുവന്ന് എത്തിക്കുന്നത്.
വ്യക്തമാണ്. ശ്രീ നൗഫൽ, ഇപ്പോൾ ഗോപകുമാർ കെ ജി ഗോപകുമാർ പറഞ്ഞതുപോലെ വലിയ രീതിയിൽ വർക്ക്ഷോപ്പുകാരും വെഹിക്കിൾ ഓണേഴ്സും തമ്മിലുള്ള ബന്ധം വഷളാകുന്നതിലേക്കും ഇതിപ്പോൾ നയിക്കുന്നു എന്ന് പറയുന്നു. കേരളത്തിലുള്ള വെഹിക്കിൾ ഓണേഴ്സിൻ്റെ ഒരു അസോസിയേഷൻ സ്റ്റേറ്റ് പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു ഔദ്യോഗിക സംഘടന എന്ന നിലയിൽ നിങ്ങളിപ്പോൾ ലീഗലായിട്ട് നിങ്ങൾ മൂവ് ചെയ്യുന്നു എന്ന വാർത്തകൾ കാണാനിടയുണ്ടായി. എന്താണ് നിങ്ങൾ ലീഗലി ഇതിനെതിരെ ആയിട്ട് മൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ്? ശ്രീ ഗോപകുമാർ സാർ പറഞ്ഞതിനോട് ചേർത്ത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ തുടർച്ച തന്നെയാണ്. വാഹന ഉടമകളെ സംബന്ധിച്ചിടത്തോളം ഇന്ധന വിലയിലെ സർക്കാർ വക ഉള്ള കഴിഞ്ഞാൽ രണ്ടാമത് വീഴുന്ന ഇടുത്തിയാണ് എഥനോൾ പെട്രോൾ. വാഹന ഉടമകളെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണക്കാരനൊരു വാഹനം വാങ്ങിക്കുക എന്നുള്ളത് അയാളുടെ സമ്പാദ്യത്തിലെ അല്ലെങ്കിൽ അയാളുടെ അദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിന്റെ സിംഹഭാഗവും ചെലവഴിച്ചാണ് ഒരു സാധാരണക്കാരൻ, നമ്മുടെ നാട്ടിലൊക്കെയുള്ള ഞാൻ ഉൾപ്പെടുന്ന ഒരു സാധാരണക്കാരൻ ഒരു വാഹനം വാങ്ങിക്കാം. അത് അവരുടെ കുടുംബത്തിന്റെ സ്വപ്നമായിരിക്കും. അദ്ദേഹത്തിന്റെ വരുമാനത്തിന്റെ ഒരു നിശ്ചിത ശതമാനം എല്ലാ മാസവും ഇതിന്റെ EMI-യിലേക്ക് പോകുന്നു, അതിന്റെ മറ്റ് മെയിൻ്റനൻസുകളിലേക്ക് പോകുന്നു, അതുമായി ബന്ധപ്പെട്ട വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകുന്നു. വാഹനം എന്നുള്ളത് ഒരു വൈകാരികമായ അടുപ്പമുള്ള ഒരു സാധനം. ഒരു വാഹന ഉടമയെ സംബന്ധിച്ചിടത്തോളം ഒരു വൈകാരികമായി ബന്ധമുള്ള ഒരു സാധനമാണ് വാഹനം എന്നുള്ളത്. ആ വാഹനത്തിന് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ സ്വന്തം ശരീരത്തിൽ ഒരു പോറലേറ്റാൽ വേദനിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരാൾക്ക് അദ്ദേഹത്തിന്റെ വാഹനത്തിന് ഒരു പോറലേൽക്കുമ്പോൾ വേദന അനുഭവപ്പെടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി E20 പെട്രോളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഇതൊരു പോളിസിയുടെ പ്രശ്നമാണ്, ഇതൊരു നയത്തിന്റെ പ്രശ്നമാണ്. ഈ നയം എവിടെ നിന്ന് വന്നു എന്നുള്ളിടത്താണ് ഇതിന്റെ പ്രശ്നം യഥാർത്ഥത്തിൽ കിടക്കുന്നത്. 2003 അന്നത്തെ വാജ്പേയി ഗവൺമെന്റ് എഥനോൾ ബ്ലെൻഡിംഗ് പോളിസി, പെട്രോളിൽ എഥനോൾ ബ്ലെൻഡ് ചെയ്യാം എന്നൊരു നയം രൂപീകരിക്കുന്നത്. 5% വരെ എഥനോൾ പെട്രോളിൽ ബ്ലെൻഡ് ചെയ്യാം എന്നായിരുന്നു അന്നത്തെ ഗവൺമെന്റ്, വാജ്പേയി ഗവൺമെന്റ് തീരുമാനിച്ചിരുന്നത്. അത് 2014 NDA ഗവൺമെന്റ് വന്നതിന് ശേഷം ഈ നയം ഒന്ന് മോഡിഫൈ ചെയ്യുകയും 27% വരെ ഘട്ടം ഘട്ടമായി എഥനോൾ പെട്രോളിൽ ബ്ലെൻഡ് ചെയ്യാം എന്ന് തീരുമാനിക്കുകയും 2030 20% വരെ എഥനോൾ ബ്ലെൻഡ് ചെയ്യപ്പെടണമെന്നും തീരുമാനിക്കുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ടുള്ള പ്രോസസ്സിങ്ങും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും സർക്കാർ ഘട്ടം ഘട്ടമായി രൂപീകരിക്കുകയും നടത്തി വരികയും 2025 E20 എന്ന കടമ്പ കടക്കുകയും ചെയ്തു. സത്യത്തിൽ 2030 കവർ ചെയ്യപ്പെടേണ്ടിയിരുന്ന ഒരു ത്രഷോൾഡാണ് 2025 കവർ ചെയ്യപ്പെട്ടത്. അതിന്റെ യഥാർത്ഥത്തിലുള്ള മോട്ടീവ് അല്ലെങ്കിൽ ആർക്കാണ് ഇതിന്റെ ഗുണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോഴാണ്, ഇതിന്റെ ബെനിഫിഷ്യറീസ് ആരാണെന്ന് ആലോചിക്കുമ്പോഴാണ് ഈ പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുക. പെട്രോളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇന്ധനവുമായി ബന്ധപ്പെട്ട വില, ഇറക്കുമതി, അതിന്റെ പ്രോസസ്സിംഗ്, അതിന്റെ വില, അതിന്റെ വിതരണം, ഇതൊക്കെ എപ്പോഴും വിവാദങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. കാരണം കോടികളുടെ ഇടപാടുകളാണ്. ആയിരക്കണക്കിന് 10,000-കണക്കിന് കോടികൾ ദിവസേന വരുമാനം ലഭിക്കുന്ന അല്ലെങ്കിൽ ഇടപാടുകൾ നടക്കുന്ന ഒരു മേഖലയാണ് ഇന്ധന വിതരണ മേഖല എന്നുള്ളത്. അതിൽ അതാത് കാലത്തെ സർക്കാരുകൾ, ഇപ്പോൾ UPA ഭരണകാലത്താണ് ഇന്ധനവില നിയന്ത്രിക്കാനുള്ള അധികാരം ഒരു ഗവൺമെന്റ് അതോറിറ്റിയിൽ നിന്ന് എണ്ണ കമ്പനികൾക്ക് നേരിട്ട് കൊടുക്കുന്നത്. അതൊരു വലിയ ഡിസാസ്റ്റർ ആയിരുന്നു. എണ്ണ കമ്പനികൾ തീരുമാനിക്കുന്ന വില അവരുടെ ലാഭത്തിനനുസരിച്ച് ഒരു എസൻഷ്യൽ കമ്മോഡിറ്റി എന്നതിൽ പരം അന്യായമായി ലാഭമുണ്ടാക്കാനുള്ള ഒരു കമ്മോഡിറ്റി എന്ന നിലയിൽ എണ്ണ മാറുകയും ഇന്ധന കമ്പനികൾ അത് തീരുമാനിക്കുകയും ചെയ്തു. NDA ഗവൺമെന്റ് വന്നതിന് ശേഷം ഇന്ധനം എന്ന എസൻഷ്യൽ കമ്മോഡിറ്റി ഉപയോഗിച്ചുകൊണ്ട് എത്രത്തോളം ലാഭമുണ്ടാക്കാം, അതിന്റെ ഉപഭോക്താക്കളെ എത്രത്തോളം കൊള്ളയടിക്കാം എന്നുള്ള ചിന്തകളിൽ നിന്നാണ് E20 പെട്രോൾ 5 നിന്ന് 20 മാറുന്നു. നോക്കൂ, E20 പെട്രോൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഗവൺമെന്റ് പറയുന്ന പലതരം ന്യായങ്ങളുണ്ട്. ഫ്യുവൽ ഈ ഇറക്കുമതി, അന്യരാജ്യങ്ങളെ ഇന്ധനത്തിന് വേണ്ടി ഇറക്കുമതി ചെയ്യുന്ന ആശ്രിതത്വം കുറയ്ക്കുന്നു, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നു. ഇതൊക്കെയാണ് ഗവൺമെന്റ് പ്രധാനമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന E20 പെട്രോളിനെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്ന 2 ന്യായങ്ങൾ.
ഈ രണ്ട് ന്യായങ്ങളും തമ്മിൽ, അല്ലെങ്കിൽ ഇത് E20 പെട്രോൾ ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നമ്മൾ അവലോകനം ചെയ്യുമ്പോൾ അത് മറ്റൊരു വലിയ ഡിസാസ്റ്റർ ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം കരിമ്പ് കൃഷിക്ക് കൃത്യമായ നിയന്ത്രണങ്ങളുണ്ട്. എന്താണ്, ഭൗമോപരിതലത്തിലെ ജലാംശം ഏറ്റവും കൂടുതൽ ഊറ്റിയെടുക്കുന്ന ഒരു സസ്യമാണ് കരിമ്പ്. അതിന്റെ കൃഷിയിൽ തന്നെ പല ഗവൺമെന്റുകളും പല രാജ്യങ്ങളും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാർഷിക വിളയായിട്ട് അംഗീകരിക്കപ്പെടുന്നത് കരിമ്പാണ്. അതിന് മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കുറിച്ചൊന്നും ഗവൺമെന്റ് ബോധേഡല്ല എന്നുള്ളതാണ്. പക്ഷേ വാഹന ഉടമകളുടെ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരള കൃത്യമായിട്ട് നിലപാടെടുത്തിട്ടുണ്ട്. രണ്ട് നയത്തിന്റെ ഭാഗമാണ് ഈ E20 പെട്രോൾ. ഒന്ന്, ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന ബലത്തിൽ വാഹന ഉടമകളെ ഏത് തരത്തിലും ചൂഷണം ചെയ്യാം, ഏത് തരത്തിലും കൈകാര്യം ചെയ്യാം എന്ന കേന്ദ്ര സർക്കാരിന്റെ ധിക്കാരപരമായ സമീപനമാണ് ഒന്നാമത്തെ പോളിസി. രണ്ട്, രാജ്യത്തെ പൗരന്മാരുടെ പോക്കറ്റിലിരിക്കുന്ന പണം എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, അത് തങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുടെ പോക്കറ്റുകളിലേക്ക് എത്തണം എന്ന കുടില ബുദ്ധിയാണ് കേന്ദ്ര സർക്കാരും അതുമായി ബന്ധപ്പെട്ട വ്യവസായ ലോബിയും ഈ E20 പെട്രോൾ ഈ തരത്തിലേക്ക് കൊണ്ടുവന്നതിനെ നമ്മൾ കൃത്യമായിട്ട് കാണുന്നത്. അതായത് വ്യവസായ ലോബിയും പൊളിറ്റിക്കൽ ലോബിയും തമ്മിലുള്ള സിനിമയിലേക്ക് നമ്മൾ പറഞ്ഞ പോലെ ശ്രീനിവാസന്റെ ആ സിനിമയിൽ സന്ദേശത്തിൽ പറഞ്ഞ പോലെ ഉപരിപ്ലവമായല്ല എല്ലാ തരത്തിലുള്ള ബന്ധവും ഇവർ തമ്മിലുണ്ട്, പൊളിറ്റിക്കൽ ലോബിയും വ്യവസായ ലോബിയും തമ്മിൽ. പൊളിറ്റിക്കൽ ലോബിയെ മുന്നിൽ നിർത്തി വ്യവസായ ലോബി ഇന്ത്യയിലെ വാഹന ഉടമകളെ ചൂഷണം ചെയ്യുന്നതാണ്, കൊള്ളയടിക്കുന്നതാണ്. അതേപോലെ അവരുടെ വാഹനങ്ങൾക്ക് അവരുടെ അധ്വാനത്തിന്റെ ഫലത്തിന് പുല്ല് വില കൽപ്പിക്കാതെ അത് തകർക്കുന്ന നയമാണ് ഈ E20 പോളിസിയിലൂടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഒരു സ്ക്രാപ്പ് പോളിസി കൂടെ നമ്മൾ ഈ ഇടയ്ക്ക് കേൾക്കുകയുണ്ടായി. അതായത് 15 വർഷം കഴിഞ്ഞ് വാഹനങ്ങൾ പൊളിക്കണം എന്നുള്ളത്. യഥാർത്ഥത്തിൽ E20 അതായത് എഥനോൾ ബ്ലെൻഡിംഗ് പോളിസിയും ഈ സ്ക്രാപ്പ് പോളിസിയും പരസ്പര പൂരകങ്ങളായ രണ്ട് നയങ്ങളാണ്. ഒന്നിനോട് ചേർത്ത് വയ്ക്കുന്നതാണ്. 15 വർഷം വേണ്ട 10 വർഷം കൊണ്ട് എഥനോൾ പെട്രോൾ ഉപയോഗിക്കുന്ന വണ്ടികൾ സ്ക്രാപ്പ് വിലക്ക് വിൽക്കേണ്ടി വരുമെന്നും അങ്ങനെ വിൽക്കപ്പെടുന്ന വാഹനങ്ങൾ, ഉപേക്ഷിക്കപ്പെടുന്ന വാഹനങ്ങൾ പൊളിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെക്കണമെന്നും ഉള്ള തീരുമാനത്തിന്റെ ധാരണയുടെ പുറത്താണ് ഈ സ്ക്രാപ്പ് പോളിസി കൂടെ ഇതിന്റെ ഭാഗമായത്. ഏതായാലും അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരള കൃത്യമായി സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കേസുകൾക്ക് തുടക്കമിടാൻ പോവുകയാണ്. അത് ഏതൊക്കെ തരത്തിലെന്നാൽ കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഒരു പഠനങ്ങളും നടത്തിയിട്ടില്ല. നടത്തി എന്ന് പറയപ്പെടുന്ന പഠനങ്ങളുടെ റിപ്പോർട്ടുകളൊന്നും പുറത്തുവിട്ടിട്ടില്ല. അത് വാഹന ഉടമകൾക്ക് അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾക്ക് പരിശോധിക്കാൻ ആകുന്ന തരത്തിൽ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ അല്ല ആ പഠനത്തിന്റെ റിപ്പോർട്ടുകളൊന്നും. കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യസഭാ MP A റഹീം ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ പാർലമെന്റിൽ ചോദിക്കുകയും അദ്ദേഹത്തെ കളിയാക്കുന്ന തരത്തിൽ ഉത്തരം പറഞ്ഞ് മറുപടി പറഞ്ഞ് ഒഴിവാക്കുകയും ചെയ്ത കാര്യം അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഏതായാലും അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരള വാഹന ഉടമകളുടെ ക്ഷേമം മുൻനിർത്തി വാഹന ഉടമകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടന എന്ന നിലയിൽ ഈ വിഷയത്തെ പല്ലും നഖവും ഉപയോഗിച്ചെതിർക്കും. ഏത് തരത്തിലാണോ ഈ എഥനോൾ പെട്രോൾ പൂർണ്ണമായി പിൻവലിക്കപ്പെടുക ആ മാർഗത്തിലേക്ക് ഞങ്ങൾ പോകും. അത് സമരമാണെങ്കിൽ, അത് നിയമ പോരാട്ടങ്ങളിലാണെങ്കിൽ, അത് ഏത് മോഡിലാണോ കേന്ദ്ര സർക്കാരിന് മനസ്സിലാവുന്നത്, ഏത് ഭാഷയിലാണോ ബന്ധപ്പെട്ട ആളുകൾക്ക് ഈ പ്രശ്നം മനസ്സിലാകുന്നത്, ആ ഭാഷയിൽ ഗവൺമെന്റുമായി സംസാരിക്കാൻ ഞങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അഡ്വക്കേറ്റ് സജൽ, ഇപ്പോൾ അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരള പ്രതിനിധി പറയുന്നത് ഒരു വ്യവസായ ലോബിക്ക് വേണ്ടിയാണ് ഈ E20 ഇത്രയും വലിയ രീതിയിൽ ഇത്രയും വേഗത്തിൽ ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്തത് എന്നതാണ്. ആ ഒരു വാദത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണല്ലോ. നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ കുറച്ചേറെ വർഷങ്ങളായി ചോദ്യം ചെയ്യപ്പെടാനില്ലാത്ത ഒരു സർക്കാർ ഭരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ രാജ്യത്തിന്റെ എല്ലാ സമ്പത്തും കൊള്ളയടിക്കുന്ന രീതിയിലേക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഈ നൗഫൽ പറഞ്ഞതുപോലെ ഏത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബ്ലെൻഡിങ് കൊണ്ടുവരാൻ ഇവർ ആലോചിച്ചത്? ഏതെങ്കിലും പഠന റിപ്പോർട്ടുകൾ ഇവർ പുറത്തുവിട്ടിട്ടുണ്ടോ? ഇനി സാധാരണ നമുക്കറിയാം, ഒരു പുതിയ നയം രാജ്യത്ത് കൊണ്ടുവരുമ്പോൾ അതിന്റെ ബെനഫിഷ്യറികളോട് അതിനകത്ത് അഭിപ്രായം ചോദിക്കുന്ന ഒരു നിലപാട്, നമ്മുടെ ഒരു പാരമ്പര്യം നമ്മുടെ നാട്ടിലുണ്ട്. അത് ചെയ്തിട്ടുണ്ടോ? പൊതുജനങ്ങളുടെ അഭിപ്രായം തേടുക, അതിന്റെ ആരാണോ അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അവരിൽ നിന്ന് അഭിപ്രായം തേടുക, അവരുടെ അഭിപ്രായങ്ങളും കൂടി പരിഗണിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പുതിയ നയം കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു പുതിയ സമ്പദ് വ്യവസ്ഥകളുടെ ഒരു മാറ്റം കൊണ്ടുവരിക. ഇതൊന്നും ഇവിടെ ചെയ്യാതെ ഈ ജനങ്ങളുടെ മാൻഡേറ്റ് ഏത് രീതിയിൽ കിട്ടിയതാണെങ്കിലും ഞങ്ങൾക്ക് അതിനുള്ള അധികാരമുണ്ട് എന്നുള്ള
ആ ഒരു ഹുങ്കിന്റെ ബലത്താൽ ഇത്തരത്തിലുള്ള ചില കിരാത നയങ്ങൾ അടിച്ചേൽക്കുമ്പോ ഇതിന്റെ തിക്തഫലം അനുഭവിക്കുന്നത് ഈ നാട്ടിലെ പൗരന്മാരല്ലേ? ഇവിടെ മറ്റു രണ്ടുപേര് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചു, ഈ രാജ്യത്തെ പൊതുസമ്പത്ത് വലിയ മുതലാളിമാർക്കും അദാനിക്കും പോലുള്ള വലിയ മുതലാളിമാരുടെ പോക്കറ്റിലേക്ക് മാത്രം പോയിക്കൊണ്ടിരിക്കുകയല്ലേ? നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ? അത്തരത്തിൽ മറ്റൊരു മുതലാളിക്ക് വേണ്ടിയുള്ള ഒരു ചരടുവലിയാണ് ഈ ബ്ലെൻഡിങ്. അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആ പഠന റിപ്പോർട്ട് പരിശോധിച്ച ഏതെങ്കിലും ഏജൻസികളുടെ സപ്പോർട്ടിംഗ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇത് നടപ്പിലാക്കുന്നത് എന്ന് പറയണ്ടേ? അത്തരത്തിലൊന്നുമില്ലാതെ ഞങ്ങൾ ഇതാ E20 ബ്ലെൻഡിങ് കൊണ്ടുവരുന്നു. എന്താ E20 ബ്ലെൻഡിങ്ങിന്റെ ഗുണമെന്ന് ഇവർ പറയുന്നത്? ഒന്നാമത്തെ ഗുണമായിട്ട് പറയുന്നത് എന്താ? ക്രൂഡ് ഓയിൽ ഇറക്കുമതി രാജ്യത്ത് കുറയ്ക്കാൻ കഴിയുമെന്ന്. ക്രൂഡ് ഓയിൽ ഇറക്കുമതി രാജ്യത്ത് കുറയ്ക്കാൻ കഴിയുമെന്നാ പറയുന്നത്. എങ്ങനെയാണ് 80%, 80+20 വരുമ്പോ ക്രൂഡ് ഓയിലിന്റെ ഇറക്കുമതി എങ്ങനെ കുറയുക? മനസ്സിലാവുന്നില്ല. 80% ക്രൂഡ് ഓയിൽ തന്നെ വേണ്ടേ അവിടെ? അപ്പൊ എങ്ങനെയാ ഈ പറയുന്ന 20% താഴ്ത്തി എങ്ങനെയാ ആഗോളതലത്തിൽ ഇവരെ എങ്ങനെ ഇതിനെ ബാലൻസ് ചെയ്യുന്നത്? രണ്ടാമത് പറയുന്ന കർഷകർക്ക് ഗുണം ചെയ്യുന്ന ഏത് കർഷകർ? കരിമ്പ് കൃഷി ചെയ്യുന്ന കർഷകർക്ക് അല്ലെങ്കിൽ ചോളം കൃഷി ചെയ്യുന്ന കർഷകർക്കാണ് അത് ഗുണം ചെയ്യുന്നത്. എങ്ങനെയാ കർഷകർക്ക് നേരിട്ട് ഇത് ഈ എത്തനോളിന്റെ കടന്നു വരവ് അല്ലെങ്കിൽ E20 ബ്ലെൻഡിങ് ഗുണം ചെയ്യുന്നത്? ഇതൊക്കെ വൻകിട കുത്തക മുതലാളിമാർക്ക് അല്ലെങ്കിൽ വൻകിട കമ്പനികളിലേക്ക് ഇതിന്റെ എന്താ പറയാ അതിന്റെ ഉൽപാദനവും അതിന്റെ ധനവും മൂലധനവും അതിന്റെ എല്ലാ ധനവും അതിന്റെ എല്ലാ ഫ്രൂട്ടും ഇവരിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പൊറോട്ട് നാടകമാണ്. നമുക്കറിയാം, ഈ നമ്മള് രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു മണ്ടത്തരമായിരുന്നു നോട്ട് നിരോധനം. രാജ്യം കണ്ട ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ് നോട്ട് നിരോധനം. ഇന്ന് അതിനുവേണ്ടി ചുക്കാൻ പിടിച്ച ആളുകൾ വരെ സമ്മതിക്കുന്നുണ്ട്. എന്നിട്ട് ആ നോട്ട് നിരോധിച്ചപ്പോ എന്താ പറഞ്ഞേ? രാജ്യത്തെ കള്ളപ്പണം എല്ലാം തിരിച്ചു കൊണ്ടുവരാനാണെന്നാ. കള്ളപ്പണം തിരിച്ചു കൊണ്ടുവന്നോ? രാജ്യത്ത് ഇപ്പൊ കള്ളപ്പണം ഇല്ലേ? രണ്ടാമതായിരുന്നു കൊറോണ വന്നപ്പോ പാത്രം കൊട്ടാൻ പറഞ്ഞത്. പാത്രം കൊട്ടിപ്പോ കൊറോണ പോയോ? അതുപോലത്തെ ഒരു മൂന്നാമത്തെ മണ്ടത്തരാണ് ഈ കാണിക്കാൻ പോകുന്നത്. ഇനി 2-3 കാര്യങ്ങളോട് അതിന് ചേർത്ത് പറയാനുണ്ട്. ARAIയുടെ പഠന റിപ്പോർട്ട് പ്രകാരം 2 മുതൽ 6% വരെ മാത്രമാണ് നിലവിലുള്ള പെട്രോളിൽ നിന്ന് വ്യത്യാസം വരുന്നുള്ളൂ എന്നാണ്. ഈ 80+20 വരുമ്പോ എങ്ങനെയാ ഈ ചെറിയ ശതമാനം കൊണ്ട്, പഠന റിപ്പോർട്ടുകൾ മാറ്റി വയ്ക്കാം, ഈ ചെറിയ ശതമാനം കൊണ്ട് ഈ പറയുന്ന ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറയ്ക്കുകയും വിദേശ നാണ്യനിരക്ക് കുറയ്ക്കുകയും അതുവഴി നമ്മുടെ എക്കണോമി പ്രോത്സാഹിപ്പിക്കാൻ പറ്റുകയൊക്കെ ചെയ്യുന്നത് എങ്ങനെയാ? എനിക്ക് ഇവർ പറയുന്ന ലോജിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ലോകത്ത് ഇവർ ഇതിനെ ആധാരമാക്കി എടുക്കുന്ന 2-3 രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളിലൊന്ന് ബ്രസീലാ. E20 പെട്രോള് ബ്ലെൻഡിങ് ഉപയോഗിച്ച് ഓടുന്ന വാഹനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ബ്രസീലിലാണ്. 2 പരാഗ്വയാണ്, 3 USA ആണ്. ഈ 3 രാജ്യത്തേക്ക് വാഹനത്തിന്റെ നിരക്കും ഇന്ത്യയുടെ ഒരു സംസ്ഥാനത്തെ വാഹനത്തിന്റെ നിരക്കും അല്ലെങ്കിൽ ഒരു വർഷം ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വാഹനത്തിന്റെ നിരക്കും ഇവർ കമ്പയർ ചെയ്ത് പഠിച്ചിട്ടുണ്ടോ? ആ രാജ്യത്തെ മുഴുവൻ ബ്രസീലിലുള്ള മുഴുവൻ വാഹനങ്ങളുടെ നിരക്കും ഇന്ത്യയിലെ ഡൽഹി, നമുക്ക് ക്യാപിറ്റൽ സിറ്റി ഡൽഹി എടുക്കാം. ഡൽഹി എന്ന ഒരു സംസ്ഥാനത്തിന്റെ വാഹനങ്ങളിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ നിരത്തിലിറങ്ങുന്ന വാഹനങ്ങളുടെ നിരക്കിനെ കുറിച്ച് ഇവർ പഠിച്ചിട്ടുണ്ടോ? കമ്പാരിസൺ നടത്തിയിട്ടുണ്ടോ? അപ്പോഴറിയാം അവിടെ ചുരുക്കം ചില വാഹനങ്ങൾ, അതായത് നമുക്ക് നമ്മുടേതിൽ നിന്ന് 1/3 പോലും ഇല്ലാത്ത വാഹനങ്ങളുള്ള സ്ഥലത്താണ് ഈ ബ്ലെൻഡിങ് ഉപയോഗിക്കുന്നത്. ആ ബ്ലെൻഡിങ് ഉപയോഗിച്ചാലോ ആ വാഹനങ്ങളുടെയൊക്കെ ലൈഫ് അതിലും താഴെയാ. ആ വാഹനങ്ങളുടെ ലൈഫ് അതിലും താഴെയാവുമ്പോ നമുക്ക് ഇവിടെ അടുത്തൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാം. ഏതാ? സ്ക്രാപ്പ് ബിസിനസ്. ഇപ്പൊ ഡൽഹിയിൽ നമ്മൾ അനുഭവിക്കുന്നില്ലേ? ഡൽഹിയിൽ 15 കൊല്ലം കഴിഞ്ഞാൽ ആ വാഹനം അവിടെ ഉപയോഗിക്കാൻ കഴിയില്ല. ആ വാഹനം എവിടേക്കാ പോവാ? സ്ക്രാപ്പിലേക്ക്. അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളായി കേരളത്തിലേക്കും മറ്റ് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുക. അപ്പോ ഇതിനകത്ത് തികച്ചും ബിസിനസ് താല്പര്യങ്ങളാണ്. ഞാൻ വണ്ടറടിച്ചത്, എന്നെ അത്ഭുതപ്പെടുത്തിയത് നിതിൻ ഗഡ്കരി രാജ്യത്തെ ഡിപ്ലോമാറ്റുകളിലും അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസിലൊക്കെ ഒരു വേറിട്ട മുഖമുള്ള ഒരാളാണ്. അദ്ദേഹം എങ്ങനെ ഇതിനകത്ത് വന്നു പെട്ടു എന്നുള്ളതാണ് എന്നെ അലട്ടുന്ന ഒരു ക്വസ്റ്റ്യനും എന്നെ അത്ഭുതപ്പെടുന്നതും. ബാക്കിയുള്ളവരുടെ ഈ പറയുന്ന BJPയുടെ അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്നതിന്റെ രാഷ്ട്രീയ ആ പശ്ചാത്തലം നമുക്കറിയാം. കൊറോണയെ പാത്രം കൊണ്ട് കൊട്ടി ഓടിക്കുന്നവരും നോട്ട് നിരോധിച്ചവരൊക്കെയാണ്. പക്ഷേ നിതിൻ ഗഡ്കരി ഏത് രീതിയിലാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത് മനസ്സിലാവുന്നില്ല. ഇത് തികച്ചും ഈ രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കാൻ, ഈ രാജ്യത്തിന്റെ എന്താ പറയാ ഇന്ധന വിലയിൽ നിന്ന് വരുന്ന വരുമാനം ചുരുക്കം ചില ഇവർക്ക് വേണ്ടിയുള്ള, ഇവർക്ക് പ്രാതിനിധ്യമുള്ള അല്ലെങ്കിൽ ഇപ്പൊ രാജ്യം ഭരിക്കുന്നവരോട് കൂറ് കാണിക്കുന്ന, അവരുമായി ചേർന്ന് നിൽക്കുന്ന ചില ആളുകളിലേക്ക് ഇതിന്റെ വരുമാനവും ഇതിന്റെ വലിയ സമ്പത്തും എത്തുന്നതിന് വേണ്ടിയുള്ള അടുത്ത രാജ്യം കണ്ട ഏറ്റവും വലിയൊരു തട്ടിപ്പാണ് ഈ നടക്കാൻ പോകുന്നത്. മാത്രമല്ല ഈ രാജ്യത്തെ പ്രത്യേകിച്ച് ഓരോ സംസ്ഥാനത്തെയും ഓരോ വർഷത്തെ വാഹനത്തിന്റെ ഉൽപാദനക്ഷമതയെ കാര്യക്ഷമമായി ഇത് ബാധിക്കാൻ പോവുകയാണ്.
നമ്മളൊരു വാഹനം വാങ്ങിയാൽ ഇന്ന് നമുക്ക് ഡൽഹിയിലാണെങ്കിൽ 15 കൊല്ലം വരെ ഉപയോഗിക്കാം. വാങ്ങിക്കൊണ്ട് നിലവിൽ കേരളത്തിൽ അങ്ങനെ ഒരു നിയമം വന്നിട്ടില്ല. മറിച്ച് ഈ 15 കൊല്ലം പോലും ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് നമ്മുടെ വാഹനങ്ങൾ കൊണ്ടുപോകുമ്പോൾ അടുത്തൊരു വാഹനം വാങ്ങാൻ നമ്മൾ നിർബന്ധിതരാകുക. അവിടെയും വലിയൊരു സ്കാം നടക്കുകയാണ് ഈ വാഹന ഉൽപാദന രംഗത്ത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് ചെയ്യേണ്ടിയിരുന്നത് ഒരു വിശദമായ സയന്റിഫിക് സ്റ്റഡി നടത്തിക്കൊണ്ട് ഇത് രാജ്യത്ത് ആവശ്യമാണോ, രാജ്യത്ത് സ്യൂട്ടബിൾ ആണോ. ഇനി ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഇപ്പോ രാജ്യത്തുള്ള വാഹനങ്ങളിൽ കൊണ്ടുപോയി ഈ ബ്ലെൻഡിങ് അടിച്ചാലുള്ള ഉണ്ടാവുന്ന എന്താ അവസ്ഥ? ബ്ലെൻഡിങ്ങിന്റെ പെട്രോൾ അടിച്ചാൽ എന്തായിരിക്കും ഇപ്പോഴത്തെ അവസ്ഥ? ആ വാഹനം നടുറോഡിൽ നിൽക്കും, ഒരു സംശയവും വേണ്ട. അങ്ങനെ നിന്ന എത്രയോ ഉദാഹരണങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലേ? വാഹനത്തിൽ നിലവിൽ പരീക്ഷണം നടത്തിയവർക്കൊക്കെ കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ പറയണത്? ഭരിക്കുന്ന ആളുകൾ എന്താ പറയുന്നത്? അത് എത്തനോളിന്റെ കുഴപ്പമല്ല, അല്ലെങ്കിൽ ബ്ലെൻഡിന്റെ കുഴപ്പമല്ല എന്നാ. തീർച്ചയായിട്ടും ഇതൊരു ലോബിക്ക് വേണ്ടിയുള്ള ഒരു ലോബിയിങ് ആണ്, ഇതൊരു ഡീലാണ്. ഈ ഡീലിന് വകവെച്ച് കൊടുക്കാൻ ഇവിടത്തെ പൊതുജനം തയ്യാറാവുമ്പോ അവരുടെ പോക്കറ്റിൽ നിന്ന് പോകുന്ന അവരവർ അന്നം പണിയെടുക്കുന്ന അന്നത്തെ വരുമാനത്തിൽ നിന്ന് വാഹനം ഓടിച്ച് പെട്രോൾ അടിച്ച് അവരുടെ പണിക്ക് പോയി തിരിച്ച് വീട്ടിൽ വരുന്ന ആളുകളെ ബാധിക്കും. മാത്രമല്ല ഇവിടത്തെ ചില സ്വകാര്യ കമ്പനികളെ സഹായിക്കുന്നതിന് വേണ്ടി വാഹന ഉൽപാദനം കൂട്ടുന്നതിന് വേണ്ടിയും മറ്റു ചില ഡീലിംഗിന്റെയും പുറത്താണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് ഒരു നയരൂപീകരണം എന്ന പോലെ കേന്ദ്ര സർക്കാർ എത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ ഷാബു പ്രസാദ്, ഇപ്പോൾ മറ്റ് പ്രതിനിധികൾ പറയുന്നത് വ്യാവസായിക ലോബിക്ക് വേണ്ടിയാണ് ഈ ഒരു E20 പദ്ധതി നടപ്പാക്കിയത് എന്നാണ്. പഠനങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നും കർഷകർക്കൊന്നും ലഭിക്കുന്നില്ല എന്നും പറയുന്നുണ്ട്. എക്കണോമിക്കും പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല എന്നാണ് ഇപ്പോൾ UDF പ്രതിനിധി പറയുന്നത്. ഒരു പൊളിറ്റിക്കൽ ചാർജ് ആയിട്ട് തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ വരുന്നതായും കാണാനുണ്ട്. എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായം? ഞാൻ എന്തായാലും ഇതിനെ ചരിത്രപരമായും ഡേറ്റ വെച്ചും സയന്റിഫിക് ആയിട്ടും തന്നെ ഈ ഇഷ്യൂവിനെ ഒന്ന് സമീപിക്കാനാണ് ശ്രമിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട പല ചർച്ചകളിലും ഞാൻ പങ്കെടുത്തിട്ടുമുണ്ട്. ഒന്ന്, 2001 ഈ E20 ഈ എത്തനോൾ ബ്ലെൻഡഡ് പെട്രോൾ എന്ന നയം കേന്ദ്ര ഗവൺമെന്റ് രൂപീകരിച്ചത് വാജ്പേയി ഗവൺമെന്റിന്റെ കാലത്ത്. അത് പിന്നീട് E10 മാറ്റിയത്, വർദ്ധിപ്പിച്ചത് 2009 UPA സർക്കാരാണ്. E5 നിന്ന് E10 അത് കൂട്ടിയത്. 2013 ഇതേ UPA സർക്കാർ തന്നെയാണ് ക്രമേണ ഇത് E20 കൂടി എത്തിക്കണം എന്ന ആ നയത്തിലേക്ക് എത്തിയത്. ഇത് കഴിഞ്ഞ 10-20 നമ്മളെ ഇപ്പൊ ഈ ഒരു സുപ്രഭാതത്തിൽ ഇവിടെ പൊട്ടി വീണതല്ല ഈ എത്തനോൾ ബ്ലെൻഡഡ് പെട്രോൾ എന്ന് പറയുന്നത്. 26 വർഷമായി ഈ രാജ്യത്ത് നിലവിലുള്ള കാര്യമാണ്. അതിന്റെ പെർസെൻറ്റേജ് ആണ് കൂടിയത്. അതായത് നമ്മൾ ആദ്യമായിട്ടല്ല, കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി, അതായത് 21ാം നൂറ്റാണ്ട് പിറന്നപ്പോൾ മുതൽ ഈ രാജ്യത്ത് എത്തനോൾ ബ്ലെൻഡഡ് പെട്രോൾ ഉപയോഗിക്കുന്നുണ്ട്. എത്തനോൾ ബ്ലെൻഡഡ് പെട്രോൾ ആണ് ഉപയോഗിക്കുന്നത്. ഈ 2009 മുതൽ 2010 മുതൽ ഇവിടെ ഇപ്പൊ ഈ 2024 വരെ, ഈ സമയത്ത് വരെ ഇവിടെ 10% ബ്ലെൻഡഡ് ആയിട്ടുള്ള E10 പെട്രോൾ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതാണ് ഇതിന്റെ റിയാലിറ്റി. E20 പെട്രോളിലേക്ക് ഇത് എത്തിക്കണം എന്ന നയം ഉണ്ടാക്കിയത് UPA ഗവൺമെന്റ്. അതും NDA ഗവൺമെന്റ് വന്നപ്പോൾ ആ ആക്ടിവിറ്റിക്ക് സ്പീഡ് കൂട്ടി, ആ നയത്തിന് സ്പീഡ് കൂട്ടി. അതായത് ഇത് ഈ നരേന്ദ്രമോദി ഗവൺമെന്റ് എടുത്ത നയമേ അല്ല ഇത്. ആ നയത്തിന്, ആ ഒരു സിസ്റ്റത്തിന് സ്പീഡ് കൂട്ടി 2030 എന്നുള്ള ടാർഗറ്റിൽ നിന്ന് ഇത് 2025 അത് നടപ്പാക്കാൻ കഴിഞ്ഞു. ഇതാണ് ഇതിന്റെ ഒരു ഇവല്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ആരൊക്കെ പറയുന്നത് കേട്ടു, ഇതിൻ്റെ അകത്ത് ഒരു പഠനങ്ങളും നടന്നിട്ടില്ല, സയന്റിഫിക് സ്റ്റഡീസും നടന്നിട്ടില്ല, അത് നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതൊന്നും ലഭ്യമല്ല. ഒരു കാര്യമുണ്ട്, ARI, അതായത് അവർ നടത്തിയ സ്റ്റഡീസ്, ആ സ്റ്റഡീസ് അവൈലബിൾ ആണ്, നമുക്ക് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. അതുപോലെ IIT ഖരഗ്പൂർ, IIT കാൺപൂർ, ഇതൊക്കെ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണത്, ടെക്നിക്കൽ സ്റ്റഡിയാണ്, സയന്റിഫിക് സ്റ്റഡിയാണ്. ഇതും അവൈലബിൾ ആണ്. അതായത് 2 to 6% വരെ മൈലേജിന് ഡ്രോപ്പ് ഉണ്ടാകാം, അതിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇനി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇവിടെ ഒരുപാട് പേരുടെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു, അവിടെ വണ്ടി നിന്നു പോകും, വഴി കിടന്നു പോകും എന്നൊക്കെ. 2016 മോഡൽ 2 വീലറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 2016 മോഡൽ. 2017 മോഡൽ വാഗണർ കാറാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ഇപ്പോഴും ഉപയോഗിക്കുന്നത്. ഈ 10ാം വർഷവും ഞാൻ അത്
കൃത്യമായി ഉപയോഗിക്കുന്നത് ആ വാഹനമാണ്. എനിക്ക് എൻ്റെ വണ്ടി എന്തായാലും ഈ ഒരു കാരണം കൊണ്ടോ ഒരിക്കലും ഒരു ആക്സിഡന്റ് ഉണ്ടായി വഴി കിടന്ന ടയർ പൊട്ടി കാറ്റ് പോയി പഞ്ചറായി എന്നുള്ളതല്ലാതെ ഇതുവരെ ഈ നിമിഷം വരെ ഒരു എഞ്ചിൻ കംപ്ലൈന്റ് കൊണ്ട് ഈ വണ്ടി വഴി കിടന്ന് എൻ്റെ വണ്ടി വഴി കിടന്നിട്ടില്ല. എനിക്കറിയാവുന്നവരുടെ ആരുടെയും ഇല്ല. എവിടെ നിന്നെങ്കിലുമൊക്കെ റിപ്പോർട്ടുകളോ അങ്ങനത്തെ കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്, നമ്മുടെയൊക്കെ പേഴ്സണലായിട്ടുള്ള അനുഭവമാണ് പറയുന്നത്. ഇവിടെ ഇരിക്കുന്നവർക്കും അത് പങ്കുവെക്കാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ 2 to 6% അതിൻ്റെ അകത്ത് മൈലേജ് ഡ്രോപ്പ് ഉണ്ടാകും. അത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തനോളിൻ്റെ എനർജി ഡെൻസിറ്റി പെട്രോളിനെ അപേക്ഷിച്ച് കുറവാണ്. അതാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം, ഈ മൈലേജ് എന്ന് പറയുന്ന സംഭവം ഇന്ധനത്തിനെ മാത്രം അടിസ്ഥാനമാക്കിയല്ലേ ഇവിടെ ഇരിക്കുന്നത്. മോട്ടോർ വാഹന അസോസിയേഷൻ്റെ ഒക്കെ ആൾക്കാരില്ലേ. ടയറിന്റെ പ്രഷറുണ്ട്, ഡ്രൈവിംഗ് ഹാബിറ്റ് ഉണ്ട്, റോഡിന്റെ കണ്ടീഷൻ ഉണ്ട്, വണ്ടിയുടെ ജനറൽ കണ്ടീഷൻ ഉണ്ട്, കൃത്യമായ സർവീസിങ്, ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ ഒരു വണ്ടിയുടെ വാഹനത്തിന്റെ പെർഫോമൻസിനെയും മൈലേജിനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു ഘടകം മാത്രമാണ് അത് തന്നെ 2 to 6% ആണ് ആസ് പെർ സയന്റിഫിക് സ്റ്റഡീസ് ആണ് ഞാൻ പറഞ്ഞത്. ഈ E20 പെട്രോൾ കൊണ്ട് സംഭവിക്കുന്നത് ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. പിന്നെ ഇവിടെ വേറൊരു കണക്കിവിടെ പറയുന്നത് കേട്ടു, റോഡിലുള്ള 80% വാഹനങ്ങളും പഴയ വാഹനങ്ങളാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഡേറ്റ എടുത്ത് നോക്കിയ സമയത്ത് 2016 മുമ്പ് ഇവിടെ മാനുഫാക്ചർ ചെയ്ത വാഹനങ്ങൾ ഇപ്പോഴും ഇന്ത്യയിൽ ഉപയോഗത്തിലുള്ളത് ഏകദേശം 20%. കാർബറേറ്റർ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, അത് 4 വീലറുകൾ, കാർബറേറ്റർ വാഹനങ്ങൾ ഇന്ന് ഇന്ന് ഒരു കാറിനും കാർബറേറ്റർ എന്ന് പറയുന്ന സാധനം ഇല്ല. ഇപ്പോഴുള്ള വാഹനങ്ങൾക്കൊന്നുമില്ല. ഇപ്പൊ ഓൾമോസ്റ്റ് 0 കാർബറേറ്റർ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, കാറുകൾ. അത് തന്നെ പിന്നുള്ളത് 2 വീലറിൽ കുറെ ഇപ്പോഴും കാർബറേറ്റർ ഉപയോഗിച്ചുള്ളത് വരുന്നുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞതെല്ലാം ഡേറ്റയാണ്, അല്ലാതെ ഇതിൻ്റെ അകത്ത് ഒരു രാഷ്ട്രീയമോ കാര്യങ്ങളോ ഇല്ല. ഇനി മറ്റൊന്ന് പറഞ്ഞത്, ഈ ഇവിടെ എന്താണ് ഇന്ധന കമ്പനികൾക്ക് കൊള്ളലാഭം ഉണ്ടാക്കാൻ കൊടുക്കുന്നു. ഈ ഇന്ത്യയിലെ ഇന്ധന കമ്പനികൾ എന്ന് പറയുന്നത് ആരാണ്? ഇന്ത്യയിലെ ഇന്ധന കമ്പനികൾ എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ പെട്രോളിയം ആയാലും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആയാലും ഇതെല്ലാം സർക്കാർ കമ്പനികൾ തന്നെയാണ്, പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. ഇന്ത്യയിലെ ഇന്ധന വിതരണത്തിന്റെ 99% കൈകാര്യം ചെയ്യുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. നമ്മുടെയൊക്കെ പണം കൊണ്ടും ഇന്ന് സർക്കാർ തന്നെയാണ്, സർക്കാർ കമ്പനികൾ തന്നെയാണത്. അത് കമ്പനികളാണ് എന്നുള്ളതേ ഉള്ളൂ. പിന്നെ മറ്റൊന്ന് ഇവിടെ പറഞ്ഞത്, ഇവിടെ ഇത് എങ്ങനെയാണ് അദ്ദേഹം ഇതൊക്കെ കണക്കാക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏത് രീതിയിലാണ് 2 to 6% എന്ന് ഇത് ചെയ്യുന്ന ഫ്യൂവൽ എഫിഷ്യൻസിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഇതെങ്ങനെയാണ് ഇമ്പോർട്ടിൻ്റെ അകത്ത് കുറവ് വരുന്നത്? 20%, അതായത് നമ്മുടെ രാജ്യത്തെ പെട്രോളിയം ഇമ്പോർട്ടിൽ 20% കുറവ് വരിക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. അതിന്റെ കണക്ക് വന്നിട്ടുണ്ട്. 1,96,000 കോടി രൂപ. ഈ പണം പോകുന്നത് എവിടേക്കാണ്? പ്രധാനമായിട്ടും ഈ രാജ്യത്തെ കരിമ്പ് കർഷകരിലേക്കാണത്. ഈ കരിമ്പ് എന്ന് പറയുന്നത് എന്തോ വിഷച്ചെടി മാതിരിയൊക്കെയാണ് ഇവിടെ പറയുന്നത്. കരിമ്പ് ഇന്ത്യയിലെ, അതായത് ഏറ്റവും വലിയ ഒരു കാർഷികോൽപ്പന്നവും ലക്ഷക്കണക്കിന് കർഷകരുടെ ജീവനോപാധിയുമാണ് കരിമ്പ്. അത് എത്രയോ കാലങ്ങളായിട്ട് അങ്ങനെയാണ്, ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല. കരിമ്പിന്റെ ഉൽപാദനവും അതിൽ നിന്നുള്ള പഞ്ചസാര, ലോകത്തിലെ ഏറ്റവും വലിയ പഞ്ചസാര. കരിമ്പ് കൃഷിക്ക് നിയന്ത്രണങ്ങളുള്ള കാര്യം താങ്കൾക്കറിയാമോ? മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കരിമ്പ് കൃഷിക്ക് നേരത്തെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്ന കാര്യം താങ്കൾക്കറിയാമോ? അത്ര നിയന്ത്രണങ്ങൾ കരിമ്പ് കൃഷിക്ക് ഏർപ്പെടാക്കിയത് എന്ത് കാരണത്തിന്റെ പുറത്താണെന്ന് താങ്കൾക്കറിയാമോ? നേരത്തെ അഡ്വക്കേറ്റ് സജിൽ നമുക്കതിലേക്ക് വരാം. അഡ്വക്കേറ്റ് സജിൽ അടുത്ത ഘട്ടത്തിൽ നമുക്കതിലേക്ക് വരാം. ഇപ്പോൾ ഷാബു പ്രസാദ്, ഇപ്പോൾ UDF പ്രതിനിധി പറയുന്നത് കർഷകർക്കൊന്നും ഇതിന്റെ ഒരു ലാഭവും കിട്ടുന്നില്ല എന്നുള്ളതാണ്. കരിമ്പ് കൃഷിയുമായി ബന്ധപ്പെട്ടും കുറേയധികം കൺസേൺസ് ഇപ്പോൾ UDF പ്രതിനിധി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ അതിനെ പറയാം. ഞാൻ സംസാരിക്കുമ്പം ഇടയ്ക്ക് ഞാൻ അന്തസ്സായിട്ട് ഇവർ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടുകൊണ്ടിരുന്നതാണ്. ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടുകയാണെങ്കിൽ ഞാൻ അന്നേരം ഞാൻ പരിപാടി നിർത്തും. എനിക്ക് വേറെ പണിയുണ്ട്. തുടർന്നോളൂ, ഇനി ആരും ഇടപെടില്ല. അത് പറഞ്ഞു. അപ്പം
ഇതാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെയാണ് ഇതിൻ്റെ അകത്തെ യാഥാർത്ഥ്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ബ്രസീലിന്റെ കാര്യം പറഞ്ഞു. ബ്രസീലിലെ വളരെ കുറച്ച് വാഹനങ്ങളേ ഉള്ളൂ. ഇന്ത്യയിൽ വളരെ കൂടുതൽ വാഹനങ്ങളുണ്ട്. വളരെ കൂടുതൽ വാഹനങ്ങളുണ്ടെങ്കിലും വളരെ കുറച്ച് വാഹനങ്ങളുണ്ടെങ്കിലും വാഹനത്തിന്റെ സയൻസ് എന്ന് പറയുന്നത് ഒരു വാഹനത്തിനായാലും 50,000 വാഹനത്തിനായാലും ഒന്ന് തന്നെയാണ്. അവിടെ E20 മാത്രമൊന്നുമല്ല, E100 വാഹനങ്ങൾ വരെ ഉണ്ട് ബ്രസീലിൽ, അമേരിക്കയിലും ബ്രസീലിലും ഒക്കെ അത്രയും ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ വാഹന ഉപഭോഗം വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ പെട്രോളിയം ഇറക്കുമതിയും വളരെ കൂടുതലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാകുന്ന, അതായത് നമ്മുടെ എക്കണോമിക് സിസ്റ്റത്തിനും നമ്മുടെ അതിലൂടെ കർഷകർക്കും ഉണ്ടാകുന്ന ആ ഒരു ബെനിഫിറ്റും അതിനനുസരിച്ച് തന്നെ കൂടുതലാണിത്. പിന്നെ ഇവിടെ എന്താണ് കൊറോണ, പാത്രം കൊട്ടി, മറ്റേ എന്താണ് നോട്ട് നിരോധനം ചർച്ച അതുമായിട്ട് ബന്ധപ്പെട്ടതൊന്നും അല്ലാത്തതുകൊണ്ട് അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞോട്ടെ. തിരികെ വരാം ഷാബു പ്രസാദ്, തിരികെ വരാം. ഇപ്പോൾ ശ്രീ നൗഫൽ, ഇപ്പോൾ താങ്കൾ പറയുകയുണ്ടായി മഹാരാഷ്ട്രയിലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കരിമ്പ് കർഷകർക്ക് വളരെ വലിയ രീതിയിൽ ഒരു ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ടെന്ന്, അതൊന്ന് വിശദീകരിക്കാമോ? കരിമ്പ് കൃഷിക്കാരല്ല ചാലഞ്ച് ഫേസ് ചെയ്യുന്നത്, പരിസ്ഥിതിയാണ്, എൻവയോൺമെന്റ് ആണ് ചാലഞ്ച് ഫേസ് ചെയ്യുന്നത്. ഞാൻ ഇപ്പൊ ജസ്റ്റ് എനിക്ക് കിട്ടിയ ഞാൻ ഈ കരിമ്പ് കൃഷിയായിട്ട് ബന്ധപ്പെട്ട പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കുറിച്ച് ജസ്റ്റ് ഒരു ക്വയറി നടത്തിയപ്പോൾ കിട്ടിയതാണ്. കരിമ്പ് അമിത ജലചൂഷണ വിളയായതിനാൽ ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിലും പരിസ്ഥിതി ബോർഡുകൾ വഴിയും കരിമ്പ് കൃഷിക്ക് കടുത്ത പാരിസ്ഥിതിക ജലസംരക്ഷണ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ കരിമ്പാണ് നമ്മുടെ മന്ത്രിസഭയിലെ പ്രമുഖനായ മന്ത്രിയും അദ്ദേഹത്തിന്റെ മക്കൾക്കും വേണ്ടി ഇന്ത്യയിൽ ആകമാനം 5% ഉണ്ടായിരുന്ന കരിമ്പ് കൃഷി 40% റൈസ് ചെയ്തിരിക്കുന്നത്. ജലചൂഷണം നടക്കുന്നുള്ളൂ. ഞാൻ അത് മറ്റൊരു വിഷയമാണ്, വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. ഞാൻ അതിലേക്കൊന്നുമല്ല കടക്കുന്നത്. എഥനോൾ പെട്രോളുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ 3 പ്രശ്നങ്ങൾ ഇന്ത്യയിലെ വാഹന ഉടമകളും ജനങ്ങളും ഫേസ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാമത്തെ പ്രശ്നം വാഹനങ്ങളുടെ സാങ്കേതിക പ്രശ്നങ്ങളാണ്. അത് നമ്മുടെ ഗോപകുമാർ സാർ അത് വിശദമായിട്ട് പറഞ്ഞു. രണ്ടാമത്തെ പ്രശ്നം എന്താണ്, ആരോഗ്യവുമായി ബന്ധപ്പെട്ടാണ്. ഈ എഥനോൾ എന്ന് പറയുന്നത് നമുക്കറിയാം, കരിമ്പിൽ നീരുന്നതാണ് പ്രധാനമായിട്ട് അത് അബ്സ്ട്രാക്ട് ചെയ്യുന്നത്. കരിമ്പിൻ നീര് ആകർഷിച്ചു വരുന്ന ഒരു തരം പ്രത്യേകമായ വണ്ടുണ്ട്. ആ വണ്ടുകൾ നമ്മുടെ ടാങ്കിൽ നിന്ന് പെട്രോൾ എഞ്ചിനിലേക്ക് കൊണ്ടുപോകുന്ന പൈപ്പ് ലൈൻ തുറക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ തുറന്നിരിക്കുന്ന ഒരു പൈപ്പ് ലൈനാണ് ഇതൊരു സ്വിഫ്റ്റ് പെട്രോൾ വാഹനത്തിന്റെ പൈപ്പാണിത്. ഇതിൽ ഒരു 5 എനിക്ക് പ്രേക്ഷകർ കാണുന്നുണ്ടോ എന്നറിയില്ല, സൂക്ഷിച്ചു നോക്കിയാൽ വളരെ നേർത്ത സുഷിരങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ എന്റെ വിരൽ വെച്ചിരിക്കുന്നത് കാണുന്നുണ്ടോ? വളരെ നേർത്ത സുഷിരം. ഇതുപോലുള്ള ഒരു 10ഓളം സുഷിരങ്ങൾ ഈ ട്യൂബിൽ മാത്രമുണ്ട്. ഇതൊരു വാഹനത്തിൽ നിന്ന് അഴിച്ചെടുത്തതാണ്. പെട്രോളിന്റെ സ്മെല്ല് ക്യാബിന്റെ അകത്തേക്ക് കയറിയപ്പോൾ വാഹന ഉടമ പരിശോധിച്ചു. അപ്പോഴാണ് പെട്രോളിന്റെ ലീക്കേജ് വരുന്നു. പെട്രോൾ ലീക്കായിട്ട് ദ്രാവകാവസ്ഥയിലല്ല താഴേക്ക് പോകുന്നത്, വാതകാവസ്ഥയിൽ മുകളിലേക്ക് പെട്രോൾ എഞ്ചിൻ ക്യാബിനിലേക്കും യാത്രക്കാരിരിക്കുന്ന എഞ്ചിൻ റൂമിലേക്കും യാത്രക്കാരുടെ ക്യാബിനിലേക്കുമാണ് കയറി വരുന്നത്. സ്വാഭാവികമായിട്ടും ഈ പെട്രോൾ എഞ്ചിൻ പ്രവർത്തിക്കുമ്പോൾ തീപ്പൊരികൾ, സ്പാർക്കുകൾ ഉണ്ടാവും. ഇത്തരം ഏതെങ്കിലും ഒരു സ്പാർക്ക് ഉള്ള സമയത്താണ് ഈ ചോർച്ച സംഭവിക്കുന്നെങ്കിൽ വണ്ടിക്ക് തീപിടിക്കും. 2014 ശേഷം, എസ്പെഷ്യലി 2018 ശേഷം കേരളത്തിലും ഇന്ത്യയിലും ഓടുന്ന വാഹനങ്ങൾക്ക് തീപിടിക്കുകയും യാത്രക്കാർ, വാഹന ഉടമകൾ, അവരുടെ ബന്ധുക്കളൊക്കെ കാറിലിരുന്ന് വെന്ത് മരിക്കുകയും ചെയ്യുന്ന വാർത്തകൾ അനിതര സാധാരണമായ തരത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. മിനിമം ഒരു 10 അപകടമെങ്കിലും ഒരു മാസം ഇതുപോലുള്ളത് സംഭവിക്കുന്നുണ്ട്. ആളുകൾ കാറിനകത്ത് വെന്ത് മരിക്കുന്ന അവസ്ഥ സംഭവിക്കുന്നുണ്ട്. മറ്റൊരു പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ എക്കണോമിക്കലാണ്. ഈ ഷാബു പ്രസാദ് നേരത്തെ ഇമ്പോർട്ട് ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ ലാഭക്കണക്കുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. നോക്കൂ, ഇതിലൊരു വൻ ചതി നടക്കുന്നത് എന്താണെന്നറിയാമോ? ക്രൂഡ് ഓയിൽ ഒരു ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നമായതിനാൽ ഇമ്പോർട്ട് ഡ്യൂട്ടി അതിൽ ഇമ്പോസ് ചെയ്യുന്നുണ്ട്. ഇറക്കുമതി തീരുവ ഇമ്പോസ് ചെയ്യുന്നുണ്ട്. ഏതിൽ? നമ്മൾ വാങ്ങിക്കുന്ന പെട്രോളിൽ. അത് ഈ 20% എഥനോളിനും കൂടെ പ്രാദേശികമായിട്ട് നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോളിലും ഈ 20%
ഇറക്കുമതി തീരുവ ഇമ്പോസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് സാമ്പത്തികമായിട്ട് പച്ചയ്ക്ക് കൊള്ളയടിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് വാഹനങ്ങളിലേക്ക് തന്നെ വരാം. ശ്രീ നൗഫൽ, ഇമ്പോർട്ട് ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രം വരുന്ന ഒരു ടാക്സ് അല്ല. സോ ഡൊമസ്റ്റിക്കലി നമ്മൾ എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു ഇമ്പോർട്ട് ഡ്യൂട്ടി വരേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ പെട്രോൾ നമ്മൾ വാങ്ങിക്കുന്ന പമ്പിൽ നിന്ന് വാങ്ങിക്കുന്ന പെട്രോളിന്റെ പ്രൈസ് ബ്രേക്കപ്പ് ചെക്ക് ചെയ്താൽ മതിയാവും. അതിൽ ഏതൊക്കെ ഡ്യൂട്ടികൾ എത്ര ശതമാനമൊക്കെ ഇമ്പോസ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ഞാൻ മൂന്നാമത്തെ പ്രശ്നത്തിലേക്ക് ഞാൻ വരികയാണ്. അതായത് നമ്മളൊരു വാഹനം ഒരു 15 ലക്ഷം 20 ലക്ഷം കൊടുത്തൊരു വാഹനം വാങ്ങിക്കുമ്പോൾ അതിന്റെ പകുതിയിലേറെ ടാക്സുകളായിട്ട് ഗവൺമെന്റിലേക്ക് പോകുന്നുണ്ട്. 10 ലക്ഷം യഥാർത്ഥ വിലയുള്ള ഒരു വാഹനത്തിന് റോഡിൽ ഇറങ്ങണമെങ്കിൽ 20 22 ലക്ഷം കൊടുക്കേണ്ടി വരും. GST 25% GST വരുന്നു, 22 മുതൽ 25% വരെ സെസ് വരുന്നു. അത് കഴിഞ്ഞിട്ടാണ്, അതായത് 50%-ലേറെ പണം നമ്മൾ അഡീഷണൽ കൊടുത്ത് ടാക്സ് കൊടുത്തിട്ടാണ് ഒരു വാഹനം റോഡിലേക്ക് ഇറക്കുന്നത്. ഈ ഇറക്കുന്ന വാഹനം 15 വർഷത്തിനുള്ളിൽ നമ്മൾ സ്ക്രാപ്പ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളിടത്താണ് ഇതിന്റെ യഥാർത്ഥ രണ്ടാമത്തെ എക്കണോമിക് ഇഷ്യൂ വരുന്നത്. അതായത് വൻ തുക ടാക്സ് കൊടുത്ത്, ഇത് ഗവൺമെന്റ് സൗജന്യമായിട്ട് തരുന്നല്ലോ നമുക്ക് വാഹനം. ഓക്കെ, 15 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഉപേക്ഷിക്കാം, പുതിയത് എടുക്കാം എന്ന് പറയുമ്പോൾ ഈ പുതിയത് എടുക്കണമെങ്കിൽ നമ്മൾ വീണ്ടും വാഹന വിലയുടെ ഇരട്ടിയോളം കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും നികുതി കൊടുക്കണം. എങ്കിലേ നമുക്കൊരു വാഹനം ഇറക്കാൻ കഴിയുള്ളൂ. റോഡ് ടാക്സ് ഉൾപ്പെടെ വരുമ്പോൾ അത് ഇരട്ടിയാവും. ഇങ്ങനെ കേന്ദ്ര സർക്കാരിന് വൻ നികുതി കൊടുത്ത് വാങ്ങുന്ന ഒരു വാഹനം നമ്മൾ ഇറക്കുന്ന റോഡിൽ ഈ റോഡിന്റെ അവസ്ഥ എന്താണ്? കേരളത്തിലെ ഇന്ത്യയിലെ റോഡുകളുടെ അവസ്ഥ എന്താണ്? ശാസ്ത്രീയമായി ഡെവലപ്പ് ചെയ്യപ്പെട്ട ഒരു റോഡെങ്കിലും ഉണ്ടോ? നമുക്ക് ഈ വിഷയമായിട്ട് ചർച്ച ചെയ്യേണ്ടതല്ല. അതൊരു മറ്റൊരു വിഷയമാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഈ 15 വർഷത്തിനുള്ളിൽ നമ്മുടെ വാഹനം സ്ക്രാപ്പ് ചെയ്യപ്പെടണം എന്നാണ് കേന്ദ്ര സർക്കാർ നമ്മളോട് പറയുന്നത്. അങ്ങനെ സ്ക്രാപ്പ് ചെയ്യുന്ന ആളുകൾക്ക് ചില നക്കാപ്പിച്ച ഇളവുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്ക്രാപ്പ് ചെയ്യൂ, പുതിയ വാഹനം വാങ്ങിക്കൂ, ഞങ്ങൾ ചില്ലറ ഇളവുകളൊക്കെ നിങ്ങൾക്ക് തരാം. ഇതാണ് സർക്കാരിന്റെ പോളിസി. ഒരു കാര്യം കൂടി, ഒരു ജനാധിപത്യ കാലത്ത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഇതൊരു കൊള്ള സംഘമാണോ, ഒരു അധോലോക സംഘമാണോ ഇന്ത്യ ഭരിക്കുന്നത് എന്ന് ന്യായമായും സംശയിക്കത്തക്ക വിധത്തിലാണ് E20 പോളിസിയുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഇടപെടലുകളും അതിന്റെ ഇംപ്ലിമെന്റേഷനും. ശ്രീ ഗോപകുമാർ, ഇപ്പോൾ ഷാബു പ്രസാദ് പറയുകയുണ്ടായി ആളുടെ ഒരു പേഴ്സണൽ യൂസിലുള്ള 2 വാഹനങ്ങൾക്കും വലിയ രീതിയിൽ E20 പെട്രോൾ യൂസ് ചെയ്തുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളത്. എന്താണ് അതിനോട് പ്രതികരിക്കാനുള്ളത്? സർ, ഇവിടെ നമ്മളിതിൻ്റെ രാഷ്ട്രീയ വശത്തെ പറ്റിയോ രാഷ്ട്രീയ ചർച്ച ചെയ്യാനോ അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്കേഴ്സ് കേരളയ്ക്ക് താല്പര്യമില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചോളം ഡെയിലി എന്നോണം ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു വലിയ വിഷയമാണ്. ഇപ്പോൾ ഷാബു പ്രസാദ് സാർ പറഞ്ഞ ഒരു കാര്യം, ഈ പറയുന്ന വാഹനം ഇത് ഏതാണ്ട് 4 നൂറ്റാണ്ടായി തുടങ്ങി വെച്ച ഒരു പ്രൊസീജിയറാണ്. അത് കൃത്യമായി ഇപ്പോഴും ഓരോ വർഷവും വർദ്ധിപ്പിച്ച് ഇപ്പോൾ E20 എത്തി. മാത്രമല്ല, നമ്മൾ 2030 കണക്കാക്കി വെച്ചിരുന്നത് ഇപ്പോൾ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റി. അതുമൊക്കെ ഒരു രാഷ്ട്രീയ നേട്ടമായിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കുമ്പോഴും ഈ 25 വർഷം മുമ്പ് തുടങ്ങിയ ഈ പ്രൊസീജിയറിന് അനുസൃതമായി വാഹനത്തിന്റെ ഘടന മാറ്റണമെന്ന് കമ്പനികൾക്ക് നിർദ്ദേശം കൊടുത്തത് കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശം കൊടുത്തത് എന്നാണ്. ഇത് പ്രാവർത്തികമാക്കിയത് ഈ കഴിഞ്ഞ 2023 ഏപ്രിൽ മാസം 1 ശേഷം മാത്രമാണ്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനൊരു മാറ്റം വരാൻ പോകുന്നു, നിങ്ങളുടെ വാഹന നിർമ്മാണത്തിൽ അതിൻ്റെ ഘടനയിൽ ബന്ധപ്പെട്ട മാറ്റങ്ങൾ വരുത്തണമെന്ന് കമ്പനികൾക്ക് നിർദ്ദേശം ആദ്യം തന്നെ കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് സാധാരണക്കാരായ ഉപഭോക്താക്കൾ ഇത്രയും വലിയൊരു കെണിയിൽ പെട്ടുപോകുമില്ലായിരുന്നില്ല. അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കുന്നത്. നമ്മൾ ഇതിനകത്ത് രാഷ്ട്രീയ വശങ്ങളൊന്നും പറയുന്നില്ല, മറിച്ച് ഇത് സാധാരണക്കാർക്ക് വലിയ ദ്രോഹമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇന്നിപ്പോൾ ഒരു കുപ്പിയിൽ, ഒരു ശകലം പ്ലാസ്റ്റിക് കുപ്പിയിൽ നമ്മൾ പെട്രോൾ വാങ്ങിച്ച് 1 ലിറ്റർ പെട്രോൾ വാങ്ങിച്ച് ഒരു 10 മിനിറ്റ് അല്ല 5 മിനിറ്റ് വെച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതിൻ്റെ 60% അത് താഴെ വെള്ളമായിട്ട് അടിഞ്ഞുകൂടുകയും ഒരു 40% കുറവ് മാത്രമേ പെട്രോൾ നമുക്ക് അതിൽ കാണാൻ കഴിയുള്ളൂ. ഇതിന് വരുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്, ഈ ടാങ്കിന്റെ അടിഭാഗത്താണ് ഈ എത്തനോള് അടിഞ്ഞു നിൽക്കുക, പെട്രോൾ മേളിൽ നിൽക്കും. അപ്പോൾ അതിന്റെ താഴ്ഭാഗത്തും ഉണ്ടാകുന്ന തുരുമ്പെടുത്തിട്ട് ടാങ്കുകൾ നാശമായി പോകുന്നു. അതിനേക്കാൾ ഇപ്പം നൗഫൽ സാർ പറഞ്ഞ ഏറ്റവും വലിയൊരു പോയിന്റാണ്, വർഷങ്ങളായി ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു വിഷയമാണ് ഈ ഓസ് തുറന്നുകൊണ്ട്. അത് മലയാള മനോരമ ഉൾപ്പെടെ എല്ലാ മാധ്യമങ്ങളും വളരെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. ഞങ്ങൾ അതിന്മേലും പഠനം നടത്തി. അതിനകത്ത് ഇപ്പോൾ സാധാരണ പ്ലാസ്റ്റിക് ഓസുകൾ അല്ലെങ്കിൽ റബ്ബർ ഓസുകൾ പെട്ടെന്ന് ഡാമേജ് വന്നു, അതിൽ ലീക്ക് വന്നുകൊണ്ട് വളരെയധികം വാഹനങ്ങൾ തീപിടിച്ച് കുടുംബമടക്കം മരിച്ചുപോയ സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പം ഞങ്ങൾ അതിനെപ്പറ്റി പഠിച്ചു. പ്രത്യേകിച്ച് റബ്ബർ അധിഷ്ഠിത മേഖലകൾ, ഇറാനി പോലുള്ള പ്രദേശത്ത് ഇത് വളരെയധികം
നമുക്ക് കണ്ടപ്പോഴാണ് ഇത് വണ്ട് തുരക്കുന്നതാണെന്നും ആ വണ്ട് ഇതിന്റെ മണം, ഈ എത്തനോളിന്റെ മണം പിടിച്ചുകൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളത് ഇരുമ്പ് വലയം കൂടെ ഉള്ള സൈസ് ഓസ്, അത് ഞാൻ അതിന്റെ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്കറിയാം, നമ്മൾ R1 ഓസ് അതിനുവേണ്ടി നമ്മൾ മാറ്റി റീപ്ലേസ് ചെയ്ത ആണ് ഈ വാഹനങ്ങളെല്ലാം ഓടുന്നത്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടതിന്റെ സാമ്പത്തിക വശങ്ങളെ പറ്റിയോ രാജ്യത്തിനുണ്ടാകുന്ന നേട്ടത്തെ പറ്റിയോ അല്ലെങ്കിൽ വരാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് പാരിസ്ഥിതിക സംരക്ഷണം നടത്തുന്നു എന്നുള്ളതോ ഇതൊന്നും നമ്മളില്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഇവിടെ സാധാരണക്കാരായ വാഹന ഉപഭോക്താക്കൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഇന്ന് ഇന്ത്യയിൽ ഏതാണ്ട് 25 കോടി വാഹനങ്ങൾ ഈ പറയുന്ന 2023 മുമ്പ് നിർമ്മിക്കപ്പെട്ടതാണ്. അതിനകത്ത് 16 മുതൽ 18 കോടി ടൂ വീലർ വാഹനങ്ങൾ ഓടുന്നുണ്ട്. അപ്പൊ 23 മുമ്പ് നിർമ്മിച്ച ഏതാണ്ട് 18 കോടി വാഹനങ്ങൾ ഓടുന്നു. അതിനകത്ത് കാറുകൾ ഏതാണ്ട് 4 കോടി കാറുകൾ ഓടുന്നു. അപ്പൊ ഇതൊക്കെ കണക്കുകൾ തന്നെയാണ്. ഇതൊക്കെ നമുക്ക് സെക്കൻഡ് വെച്ച് നമുക്ക് എടുക്കാവുന്ന കണക്കുകളാണ്. പ്രസാദ് സാർ സൂചിപ്പിച്ചത് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്, ഇതിന്റെ പാരിസ്ഥിതിക വശങ്ങളും മറ്റൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സാധാരണ ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ദ്രോഹമാണ് ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത്. ഇത് നിർത്തിവെച്ചുകൊണ്ട്, ഇതിന്റെ ഇപ്പോഴത്തെ പ്രൊസീജിയർ നിർത്തിവെച്ചുകൊണ്ട് ആ രാജ്യത്ത് ഇന്ന് ഓടുന്ന വാഹനങ്ങൾ പര്യാപ്തമായ ഇന്ധനം നിങ്ങൾ കൊടുക്കണം. ഇത് കാശ് കുറയ്ക്കുന്നില്ലല്ലോ. നിങ്ങൾ കരിമ്പിൻ ജ്യൂസ് കൊടുത്തുകൊണ്ട് പെട്രോളിന്റെ വിലയല്ലേ 124 രൂപ വാങ്ങുന്നില്ലേ? 114, 124 രൂപ വരെ കരിമ്പിൻ ജ്യൂസിന് വാങ്ങിച്ചുകൊണ്ട് സാധാരണ ഉപഭോക്താക്കളെ അവരെ വലിയൊരു കെണിയിലേക്ക്, സാമ്പത്തിക കെണിയിലേക്ക്, അതുപോലെ തന്നെ വാഹനങ്ങൾ ഇപ്പൊ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഒരു വാഹനം വെച്ചു പോയാൽ ഞങ്ങളുടെ മെമ്പർമാർ, കേരളത്തിൽ ആകമാനം അസോസിയേഷനുള്ള മെമ്പർമാരെ ചെയ്യേണ്ട 1 ലക്ഷത്തോളം മെമ്പർമാരാണ്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഒരു വാഹനം വെച്ചുപോയി ഒരു 2 ദിവസത്തെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ രാത്രി 2 മണിക്കും 3 മണിക്കും റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയാൽ അവർക്ക് ഒരു ഓട്ടോ പിടിച്ചു പോകാനുള്ള സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ് അവരെ കാർ അവിടെ കൊണ്ടുവച്ച് പോണേ, അല്ലെ ടൂ വീലർ വെച്ച് പോണത്. അവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കഴിയില്ല. ഏത് സ്ഥലത്ത് സാർ അതൊന്ന് താഴേക്ക് ഇറങ്ങും. താങ്കൾ 14 വാഹനം ടൂ വീലർ ഓടിക്കുന്നു, 17 4 വീലർ ഓടിക്കുന്നു, ഇതൊക്കെ സമ്മതിക്കുന്നു. താഴെ ഒന്ന് താഴോട്ടിറങ്ങൂ. സാധാരണ വർക്ക്ഷോപ്പുകളിലേക്ക് സാധാരണ ഒരു സന്ദർശകനായി നിങ്ങൾ ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വരൂ. 100 കണക്കിന് കാർബറേറ്ററുകൾ 1 മാസം കൊണ്ടല്ലേ 2 മാസം കൊണ്ട് റീപ്ലേസ് ചെയ്തത് ഞങ്ങൾക്കത് കാണിക്കാൻ വേണ്ടി കഴിയും. അത് കൃത്യമായിട്ട് യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരിക. നമുക്കിത് ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് നമുക്ക് ഒരു രാഷ്ട്രീയ താല്പര്യവുമില്ല. ഗവൺമെന്റുകൾ ഭരിക്കട്ടെ, എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടാകട്ടെ, ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് നല്ല ബോധ്യമുണ്ട്. സാധാരണ ഉപഭോക്താക്കളെ മുന്നിൽ കാണാതെ മാറ്റം വരുത്തുമ്പോൾ അത് നമുക്ക് അതിന്റെ പരിണിത ഫലം ഞങ്ങൾ സാധാരണക്കാർ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും വലിയൊരു വശം. അത് മനസ്സിലാക്കുക തന്നെ വേണം. അഡ്വക്കേറ്റ് സജൽ, ഇപ്പോൾ ഷാബു പ്രസാദ് ക്ലെയിം ചെയ്യുന്നത് UPAയുടെ കാലത്തും തുടങ്ങിയ ഒരു പദ്ധതിയാണ്. അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയ ഒരു പദ്ധതി. UPAയുടെ കാലത്തും ഈ E20യുമായി ബന്ധപ്പെട്ട് ടാർഗറ്റ്സ് ഒക്കെ ഫിക്സ് ചെയ്തിരുന്നു. അത് നടപ്പിലാക്കാൻ UPA സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് വളരെ വലിയ രീതിയിലുള്ളൊരു പുഷ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റായിട്ട് പറയുന്നത് IITകളും നീതി ആയോഗും ഒക്കെ ഇതിലൊരു പഠനം നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പഠനം നടത്താതെയാണ് ഇത് നടപ്പാക്കിയിട്ടുള്ളത് എന്നൊരു വാദത്തിനെ ക്രോസ് ചെയ്യുന്ന രീതിയിലല്ലേ ഇപ്പോൾ ഷാബു പ്രസാദ് പറയുന്നത്? അഡ്വക്കേറ്റ് സജൽ. അല്ല, UPAയുടെ ഗവൺമെന്റിന്റെ സമയത്ത് ഒരു നയം കൊണ്ടുവന്നു എന്നിരിക്കട്ടെ. ആ നയത്തെക്കുറിച്ച് അതന്ന് E20 അല്ല, അന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് E5 ആണ്. അതിനെക്കുറിച്ച് വിശദമായ പഠനം നടത്താനും ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ സയന്റിഫിക് വശങ്ങൾ പരിശോധിച്ചിട്ട് അത് നടപ്പിലാക്കുവാനാണ് തീരുമാനിച്ചത്. അതല്ലാതെ പെട്ടെന്ന് തന്നെ വാഹനങ്ങൾ അതനുസരിച്ച് രൂപപ്പെടുത്തുക, അതിലേക്ക് വാഹനങ്ങൾ പെട്ടെന്ന് ഈ പെട്രോൾ അടിക്കുക എന്നൊന്നും UPA ഗവൺമെന്റിന്റെ ഭാഗത്ത് വന്നിട്ടില്ല. ഇപ്പോഴത്തെ സാഹചര്യം നിലവിലുണ്ടാക്കിയതാരാ? കേരളത്തിൽ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് ആണ്. പെട്ടെന്ന് തന്നെ ഇത് വാഹനങ്ങൾ ഉൽപ്പാദിപ്പിക്കുക, അതിന്റെ സയന്റിഫിക് സ്റ്റഡി ഒന്നും നടത്താതെ ചെയ്യുക എന്നുള്ളത്. ഇവിടെ ബഹുമാനപ്പെട്ട ഷാബു പ്രസാദ് പറഞ്ഞത് ARAIയുടെ, ഞാൻ അതിന്റെ ആദ്യത്തെ സമയത്ത് ഞാനത് സൂചിപ്പിച്ചു, ARAIയുടെ പഠന റിപ്പോർട്ടുണ്ട്. അതിലാണ് 2.6% ഫ്യൂൽ എഫിഷ്യൻസിയുടെ കാര്യങ്ങൾ പറയുന്നത്. ആ പഠന റിപ്പോർട്ട് അല്ലാതെ ഒരു ഖരഗ്പൂർ IITയുടെയോ അല്ലെങ്കിൽ കാൺപൂർ IITയുടെയോ ഒരു റിപ്പോർട്ടും പബ്ലിക് ഡൊമൈനിലില്ല. ഉണ്ടെങ്കിൽ അദ്ദേഹം ഒന്ന് പ്ലേസ് ചെയ്യട്ടെ. ഒരു നിമിഷം അഡ്വക്കേറ്റ് സജൽ, ഞാൻ ഷാബു പ്രസാദിലേക്ക് പോയി തിരിച്ചു വരാം. ശ്രീ ഷാബു പ്രസാദ്, ഇപ്പോൾ അഡ്വക്കേറ്റ് സജൽ പറയുന്നത് IITകളുടെ ഭാഗത്ത് നിന്നൊന്നും അങ്ങനെ ഒരു പഠനങ്ങൾ ഇല്ല എന്ന്, പബ്ലിക് ഡൊമൈനിൽ അങ്ങനെ പഠനങ്ങൾ ഇല്ല എന്നതാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എനിക്ക് IITന്നോ അല്ലെങ്കിൽ ARAIന്നോ അവിടുന്ന് കിട്ടിയ സാധനമല്ല, പബ്ലിക് ഡൊമൈനിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടിയ വിവരമാണ് ഞാൻ ഈ പറഞ്ഞത്.
അല്ലാതെ എനിക്ക് അവിടെ പോയി IIT ഡയറക്ടറുമായിട്ടോ അല്ലെങ്കിൽ ARIയുടെ ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ടോ ഒന്നും എനിക്ക് ബന്ധമില്ല. പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ വെച്ചിട്ടാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞു E5 അല്ല, E10 അവർ നടപ്പാക്കിയിട്ടുണ്ടെന്നേ. UPA ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുണ്ട്. E10 പെട്രോൾ നടപ്പാക്കിയത് UPA ഗവൺമെന്റിന്റെ കാലത്താണ്. അത് കഴിഞ്ഞ് E20യിലേക്ക് അത് ഉയർത്തണം എന്ന നയം കൊണ്ടുവന്നതും UPA ഗവൺമെന്റ് തന്നെയാണത്. 2013 ആ നയം രൂപീകരിച്ച് 15 വർഷം, അതുകൊണ്ട് 13 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഈ സംഭവം നടപ്പാക്കിയത്. 2016 മുതൽ ആ സമയമുള്ള വാഹനങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നതിൻ്റെ അകത്ത് യാതൊരു പ്രശ്നവുമില്ല. അത് അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞത് എൻ്റെ സ്വന്തം അനുഭവം തന്നെയാണ്. എൻ്റെ സ്വന്തം അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഞാനൊരു ഇപ്പൊ അദ്ദേഹം ഇവിടെ ഇരുന്ന് പറഞ്ഞു താഴേക്ക് ഇറങ്ങി വരണം, സാധാരണക്കാരുടെ പ്രശ്നം. സാർ, ഞാൻ ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന ഒരു സാധാരണക്കാരൻ തന്നെയാണ്. വ്യക്തമാണ് ഷാബു പ്രസാദ്. താങ്കളിലേക്ക് മടങ്ങി വരാം. അഡ്വക്കേറ്റ് സജിൽ, ഇപ്പോൾ ഷാബു പ്രസാദ് പറയുന്നത് ഓൾറെഡി പബ്ലിക് ഡൊമൈനിലുള്ള ഡോക്യുമെന്റ്സിൽ നിന്ന് തന്നെയാണ് അദ്ദേഹത്തിന് വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത് എന്നും UPA സർക്കാർ E10 ടാർഗറ്റിനുള്ള ഒരു പദ്ധതിയും UPA സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അഡ്വക്കേറ്റ് സജിൽ, ഞാൻ പറഞ്ഞല്ലോ ARIയുടെ പഠന റിപ്പോർട്ടിലുണ്ട്. ഞാൻ പറഞ്ഞത് എന്താ, പബ്ലിക് ഡൊമൈനിൽ IIT ഗോരഖ്പൂർ IITയുടെയോ കാൺപൂർ IITയുടെയോ ഒന്നും പഠന റിപ്പോർട്ട് പബ്ലിക് ഡൊമൈനിൽ ഇല്ല എന്നാ. ഉണ്ടെങ്കിൽ നമുക്കത് പരിശോധിക്കാം. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പരിശോധിക്കാം, അത് ഷെയർ ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു ARIയുടെ റിപ്പോർട്ട് ഉണ്ട്. അത് ഞാൻ എന്റെ ആദ്യത്തെ സ്ലോട്ടിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി ഇവിടെ നമുക്ക് വേറൊരു കാര്യം പരിശോധിക്കാം. ഇവിടെ 2 മാനുഫാക്ചേഴ്സിന്റെയും വെഹിക്കിൾ ഡീലേഴ്സിന്റെയും പ്രതിനിധികൾ പറഞ്ഞല്ലോ, രാജ്യത്ത് സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് ഒരു വർഷം ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വാഹനങ്ങളുടെ നിരക്ക് എന്ന് പറയുന്നത് പാസഞ്ചർ വെഹിക്കിൾ 55.39 ലക്ഷം, കൊമേഴ്ഷ്യൽ വെഹിക്കിൾ 11.70 ലക്ഷം, 3 വീലേഴ്സ് 13.1 ലക്ഷം, 2 വീലേഴ്സ് 2.669 കോടി. അങ്ങനെ മൊത്തത്തിൽ കണക്ക് കൂട്ടുമ്പോൾ ഇതിന്റെ ശരാശരിയുള്ള കണക്കെന്ന് പറയുന്നത് 3.471 കോടി വാഹനങ്ങളാ ഒരു വർഷം ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അതിന്റെ ദിവസം വെച്ച് ഗുണിച്ചാൽ ഒരു ദിവസം ഇവിടെ ഇറങ്ങുന്നത് 95,000 വാഹനങ്ങളാ ഒരു ദിവസം നിരത്തിലിറങ്ങുന്നത്. ഈ നിരത്തിലിറങ്ങുന്ന വാഹനങ്ങൾക്കൊക്കെ ഉള്ള മുഴുവൻ എത്തനോളും ഉൽപ്പാദിപ്പിക്കാനുള്ള കരുത്ത് ഇന്ത്യക്കുണ്ട് എന്നാണോ പറഞ്ഞു വരുന്നത്? അത്രമാത്രം കരിമ്പ് കൃഷി ഈ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ടെന്നാണോ? ഇനി അത് അത്രയും കൃഷി ചെയ്താൽ അത്രയും ഇഥനോള് ഇന്ത്യക്ക് ഉൽപ്പാദിപ്പിക്കാനൊക്കെ പോകുന്ന തരത്തിലുള്ള വളർച്ച ഇന്ത്യ നേടിയെന്നാണോ പറഞ്ഞു വരുന്നത്? ഇതൊക്കെ മറ്റൊരു തരത്തിലുള്ള എന്താ പറയുക, ഒരു കൺകെട്ട് നാടകമാണ്. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ അടുത്തത് നമ്മൾ നേരിടാൻ പോകുന്നത് എന്താണെന്നറിയോ? ഇപ്പൊ പെട്രോൾ മാത്രം ഇറക്കുമതി ചെയ്താൽ മതി. ഇപ്പൊ നേരത്തെ ഇവിടെ തീരുവയുടെ കാര്യമൊക്കെ പറഞ്ഞു. ഇനി എത്തനോളും കൂടെ ഇറക്കുമതി ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരും. അതിന്റെ എത്തനോൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അമേരിക്കയിൽ നിന്ന് മില്യൺ കണക്കിന് ലിറ്റർ എത്തനോൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. നിലവിൽ ഇറക്കുമതി ചെയ്യുന്ന എത്തനോളിന്റെ 10 മടങ്ങ് രാജ്യത്ത് വീണ്ടും ഇറക്കുമതി ചെയ്യേണ്ടി വരും. അതിന്റെ പാപഭാരം ആര് വഹിക്കും? അതിന്റെ സാമ്പത്തിക ബാധ്യത ആര് വഹിക്കും? ഈ നാട്ടിലെ പാവപ്പെട്ടവൻ വഹിക്കണ്ടേ? അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പഴഞ്ചൊല്ലിലൊക്കെ പറയും പോലെ എന്താ പറയാ, കയ്യിലുള്ളത് പോവുകയും ചെയ്തു, കക്ഷത്തിലുള്ളത് കിട്ടിയോ ഇല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ ഈ രാജ്യത്തെ കൊണ്ട് എത്തിക്കുകയാണ് ഈ പറയുന്ന സാധാരണക്കാരനാണെന്ന് പറയുന്നവരും അല്ലെങ്കിൽ പാത്രം കൊട്ടാൻ പറയുന്നവരും ഒക്കെ. ഇതിനെതിരെ ശക്തമായി പൊതുജനം നിരത്തിലിറങ്ങി പ്രവർത്തിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രതിഷേധിച്ചില്ലെങ്കിൽ, ഇപ്പൊ നമ്മൾ കണ്ടല്ലോ പാറ്റകളുടെ സമരം, അതൊരു സൂചനയാ. ഇപ്പതാ ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ E20യുടെ ഫോളോവേഴ്സിന്റെ കണക്ക് അത്ഭുതപ്പെടുത്തുന്നതാ. ഇതൊക്കെ രാജ്യത്ത് വരാനിരിക്കുക. അപ്പോ രാജ്യത്തിന്റെ പൊതുജനങ്ങളെ പരിഗണിക്കാതെ, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ, ആ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കേൾക്കാതെ ഇത്തരത്തിൽ രാജ്യത്തിന്റെ ഭരണാധികാരികൾ തീരുമാനമെടുത്തു പോവാൽ രാജ്യത്ത് അരാജകത്വമുണ്ടാവും. പാവപ്പെട്ടവന്റെ പോക്കറ്റിൽ നിന്ന് പണം എടുത്തുകൊണ്ട് പോകുന്ന ഈ രീതിക്ക് അറുതി വരുത്തേണ്ടതുണ്ട്.
ശ്രീ നൗഫൽ, ഇപ്പോൾ ഞാൻ നോക്കുകയായിരുന്നു പബ്ലിക് ഡൊമൈനിൽ ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു IIT കാൺപൂരിൻ്റെ ഒരു റിപ്പോർട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. അവരുടെ എൻജിൻ റിസർച്ച് ലബോറട്ടറിയിൽ ഒരു സ്റ്റഡി നടത്തിയപ്പോൾ ഒരു 5% വരെയൊക്കെ ഫ്യൂവൽ എഫിഷ്യൻസി കുറയാമെന്നും, എന്നാൽ അത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കാരണവുമാവാം ആ ഒരു ഫ്യൂവൽ എഫിഷ്യൻസി കുറയാൻ സാധ്യതയുണ്ട്, ഒരു ഫ്യൂവൽ എഫിഷ്യൻസി കുറയുന്നത് എന്നാണ് പറയുന്നത്. സോ വലിയ രീതിയിൽ വണ്ടിയുടെ എൻജിനൊന്നും പ്രശ്നങ്ങൾ വരുന്നില്ല എന്നാണ് IIT കാൺപൂരിലത്തെ സ്റ്റഡിയും ഇപ്പോൾ പറയുന്നത്. ശ്രീ നൗഫൽ, IIT എവിടെയാന്ന് പറഞ്ഞത്? കാൺപൂർ അല്ലേ? അതെ, IIT കാൺപൂർ. ഖൊരഗ്പൂർ ഏത് സംസ്ഥാനത്താണെന്ന് നോക്കിയാൽ മതി. ആ റിപ്പോർട്ട് ശ്രീ നൗഫൽ, കാൺപൂരാണ്, IIT കാൺപൂരാണ്. ഖൊരഗ്പൂറും കാൺപൂറും തമ്മിൽ വലിയ വ്യത്യാസമില്ലെന്നേ. ഇനി ഞാൻ മറ്റൊന്ന് പറയാം. ഈ എഥനോളിന്റെ ചരിത്രം വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് എപ്പോൾ തുടങ്ങിയെന്നറിയോ? 125 വർഷം മുമ്പ് തുടങ്ങിയതാണ് വാഹനങ്ങളുമായിട്ടുള്ള ബന്ധം. ആദ്യത്തെ ഈ എൻജിൻ വികസിപ്പിക്കുന്നതിൽ ഈ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച പെട്രോൾ എഞ്ചിനുകളുടെ പിതാവ് എന്ന് പറയപ്പെടുന്ന നിക്കോളാസ് ഓട്ടോയിലാണ് ആദ്യം ഈ എഥനോൾ പരീക്ഷിക്കുന്നത്. എഥനോൾ പരീക്ഷിക്കുന്ന വളരെ മിനിമൽ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായിരുന്ന അദ്ദേഹത്തിന്റെ എഞ്ചിൻ പ്രവർത്തിക്കാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചിരുന്നതാണ് എഥനോൾ. അതിനുശേഷം ഹെൻറി ഫോർഡ് അദ്ദേഹത്തിന്റെ കമ്പനി പുറത്തിറക്കിയിരുന്ന 2 വാഹനങ്ങൾ, മോഡൽ ടി എന്നും ക്വാഡ്രി സൈക്കിൾ എന്ന് പറയുന്ന 2 വാഹനങ്ങളിൽ, മോഡൽ ടി പ്രശസ്തമാണ് ആ വാഹനം. ഈ 2 വാഹനങ്ങളിൽ അതെപ്പോഴാണെന്നറിയോ? 1908 പെട്രോളിയം ഉൽപ്പന്നങ്ങൾ പെട്രോളും ഡീസലുമായി കൃത്യമായി മാർക്കറ്റിൽ അവൈലബിൾ അല്ലാതിരുന്ന ഒരു കാലത്ത്, അതിനുശേഷം ഒരു 2-3 നൂറ്റാണ്ടിന് ശേഷമാണ് പെട്രോളും ഡീസലും വാഹനങ്ങൾക്ക് ഉപയോഗിച്ചു തുടങ്ങിയത്. ഈ കാലഘട്ടത്തിൽ വളരെ മിനിമൽ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായി ഡെവലപ്പ് ചെയ്യപ്പെട്ട എഞ്ചിനുകളിൽ കഷ്ടിച്ച് ഓടാൻ മാത്രം ഉപയോഗിക്കപ്പെട്ടിരുന്ന ഒരു സാധനമാണ് ഈ എഥനോൾ. ഈ എഥനോൾ പതിറ്റാണ്ടുകളോളം ഗവേഷണം നടത്തി വികസിപ്പിക്കപ്പെട്ട, മാറ്റങ്ങൾ വരുത്തിയ ഏറ്റവും പുതിയ തലമുറ എഞ്ചിനുകളിൽ ഈ 125 വർഷം മുമ്പ്, നൂറ്റാണ്ടിന് മുമ്പ് ഉപയോഗിച്ച എഥനോൾ ഉപയോഗിക്കണം എന്ന് പറയുന്നതിൽ പരം വിഡ്ഢിത്തം മറ്റൊന്നില്ല സത്യത്തിൽ. ഈ വിഡ്ഢിത്തം ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രയോഗവൽക്കരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെ മറികടക്കാൻ അതിന്റെ മോട്ടീവ് എന്താണ്? ആ ചോദ്യങ്ങൾക്കെതിരെ ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ നിശബ്ദരാക്കുക എന്ന പൊളിറ്റിക്സിനെ പറ്റി ഞാൻ പറയണ്ടല്ലോ. ഇന്ത്യയിൽ നമുക്ക് കഴിഞ്ഞ ഒരു 10-12 വർഷമായിട്ട് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് ഉത്തരം നൽകാതിരിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ ഇമ്പാക്ട് ഒരു സൊസൈറ്റി എന്ന നിലയിൽ, ഒരു രാജ്യത്തെ ജനാധിപത്യ രാജ്യത്തെ പൗരൻ എന്ന നിലയിൽ നമ്മൾ അനുഭവിക്കുകയും നമ്മൾ മിണ്ടാതിരിക്കുകയും ചെയ്യുന്നത് അങ്ങേയറ്റം നീതികേടായിരിക്കും. നമ്മളൊക്കെ മനുഷ്യരാണ്. മനുഷ്യൻ എന്ന നിലയിലുള്ള ബുദ്ധി നമ്മൾ ഉപയോഗിക്കും, യുക്തി നമ്മൾ ഉപയോഗിക്കും, നമ്മൾ അതിനെതിരെ പ്രതികരിക്കും. തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും പ്രതികരിക്കും. അത്തരം ഒരു പ്രതികരണത്തിന്റെ ഭാഗമാണ് എഥനോൾ പെട്രോൾ വാഹനങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ മുഴുവൻ അഡ്രസ് ചെയ്യുന്ന പറയപ്പെട്ട ഒരു ലഘുലേഖ. ലക്ഷക്കണക്കിന് കോപ്പി ഞങ്ങൾ അച്ചടിച്ചിട്ടുണ്ട്. കേരളത്തിലെ മുഴുവൻ വാഹന ഉടമകളിലേക്കും ഇതെത്തും. എഥനോൾ പെട്രോൾ, E20 പെട്രോൾ ഇന്ത്യയിൽ നിരോധിക്കുന്നത് വരെ, പിൻവലിക്കുന്നത് വരെ ഞങ്ങൾ ഈ പോരാട്ടം തുടരും. അതായത് ആ പോരാട്ടത്തിന്റെ തുടക്കം കേരളത്തിൽ നിന്നായിരിക്കും. അതിന് നേതൃത്വം കൊടുക്കുന്നത് കേരളമായിരിക്കും. കേരളത്തിലെ വാഹന ഉടമകളുടെ സംഘടന നഖശിഖാന്തം ഈ പരിപാടി എതിർക്കും. ഇനി താങ്കളുടെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ, ഈ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ എഞ്ചിനുകൾക്ക് ഈ പഴഞ്ചൻ എഥനോൾ ഉപയോഗിക്കുക എന്നുള്ളത് വലിയ ബ്ലഫിംഗ് ആണ്, മണ്ടത്തരമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആ മണ്ടത്തരം അടിച്ചേൽപ്പിക്കുന്നതിന്റെ പിന്നിലുള്ള സാമ്പത്തിക കാരണങ്ങളെ കുറിച്ചാണ് നമ്മൾ യഥാർത്ഥത്തിൽ പഠനം നടത്തേണ്ടത്. നിലവിൽ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ലോബി, അത് ഏത് ഗവൺമെന്റ് വന്നാലും, ഏത് ഗവൺമെന്റ്, UPAയോ ഇനി NDAയോ ഇനി മറ്റു വല്ലതും വന്നാൽ പോലും പൊളിറ്റിക്കൽ ലോബിയെ സ്വാധീനിക്കാവുന്ന തരത്തിൽ ഇന്ത്യയിലെ വ്യാവസായിക ലോബി അതിശക്തമാണ്. അതേത് ഗവൺമെന്റ് വന്നാലും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഗവൺമെന്റിനെ ഡ്രൈവ് ചെയ്യാൻ അവർക്ക് കഴിയും. അതായത് US ഏത് ഗവൺമെന്റ് വന്നാലും അതിനെ ഡ്രൈവ് ചെയ്യാൻ അവിടുത്തെ ജൂഷ് ലോബിക്ക് കഴിയുന്നത് പോലെ ഇന്ത്യയിൽ ഏത് ഗവൺമെന്റ് വന്നാലും അതിനെ ഡ്രൈവ് ചെയ്യാനുള്ള ശേഷി ഇന്ത്യയിലെ വ്യവസായ ലോബിക്കുണ്ട്. ആ വ്യവസായ ലോബിക്ക് അനുസരിച്ച് മാത്രമാണ് നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടികളും അവർ നിയന്ത്രിക്കുന്ന, അവർ നിർമ്മിക്കുന്ന സർക്കാരുകളും പ്രവർത്തിക്കുള്ളൂ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് E20 പെട്രോൾ. E20 പെട്രോളിന്റെ ലാഭത്തിൽ ചെറിയ പങ്ക് ഈ പൊളിറ്റിക്കൽ ടോണുകൾക്ക് ലഭിക്കുന്നുണ്ട്. ശ്രീ നൗഫൽ, ഇപ്പോൾ വളരെ ചുരുക്കത്തിൽ ഒരു ഉത്തരം പറയുകയാണെങ്കിൽ, നീതി ആയോഗിന്റെ പഠനങ്ങളോടും IIT കാൺപൂരിന്റെ പഠനങ്ങളോടൊന്നും ഒരു അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് ഓഫ് കേരള പ്രതിനിധി എന്ന നിലയിൽ നിങ്ങൾ ഈ 2 പഠനങ്ങളെയും പൂർണ്ണമായും തള്ളിക്കളയുകയാണോ? വളരെ ചുരുക്കത്തിൽ ഉത്തരം പറയാമോ? തീർച്ചയായിട്ടും അത്തരം പഠനങ്ങൾ നമ്മൾ തള്ളിക്കളയും എന്ന് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഗൗരവതരമായ പഠനങ്ങൾ ഗവൺമെന്റ് നടത്തിയിട്ടുണ്ട്. എന്നാൽ ആ പഠന റിപ്പോർട്ടുകളൊന്നും പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെക്കാൻ
ഗവൺമെന്റ് തയ്യാറാവുന്നില്ല. എന്തുകൊണ്ടാണ്? അതിൽ കൃത്യമായി പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട് ഈ സാധനം വണ്ടികളിലേക്ക് അടിച്ചാൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് കൃത്യമായ പഠനങ്ങൾ നടത്തുകയും അതിന്റെ റിപ്പോർട്ട് സർക്കാരിന്റെ കയ്യിലിരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് വെളിച്ചം കാണില്ല. എന്തുകൊണ്ടാണ് വെളിച്ചം കാണാതിരിക്കുന്നത്? വെളിച്ചം കണ്ടാൽ ജനരോഷം ഈ പറയുന്നതിലേക്ക് അപ്പുറമായിരിക്കും. ആളുകൾ കൃത്യമായ ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് മറുപടി പറയാൻ കഴിയാതെ വരികയും ചെയ്താൽ ആളുകൾ റോഡിലേക്ക് ഇറങ്ങും. ഇപ്പൊ പാർട്ടികളുള്ള സമരം കണ്ടില്ലേ? വ്യക്തമാണ് നൗഫൽ, വ്യക്തമാണ്. ഞാനൊരു കാര്യം പറയാം, ഒറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾ കഴിഞ്ഞ പാർട്ടികളുടെ സമരത്തിൽ ആളുകൾ ജന്തർ മന്ദറിൽ മാത്രമല്ലേ സമ്മേളിച്ചത്? ഞങ്ങളൊരു കാര്യം പറയാം, ഇത് തുടരുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് വാഹനങ്ങൾ ഉപയോഗിച്ച് പാർലമെന്റിന് ചുറ്റും ഉപരോധം സൃഷ്ടിക്കാൻ പോലും ഞങ്ങൾ തയ്യാറാവും. അതിനുള്ള പണികൾ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. വ്യക്തമാണ്. ശ്രീ ഷാബു പ്രസാദ് ഇപ്പോൾ വെഹിക്കിൾ ഓണേഴ്സ് അസോസിയേഷൻ കേരളയുടെ പ്രതിനിധി എന്ന നിലയിൽ പറയുന്നത് നീതി ആയോഗിന്റെയും IIT കാൺപൂരിന്റെയും പഠനങ്ങളോടൊന്നും പഠനങ്ങളെല്ലാം തള്ളിക്കളയുന്നു എന്നുള്ളതാണ്. എന്താണ് താങ്കളുടെ പ്രതികരണം? ഇല്ല, ആദ്യം പറഞ്ഞത് ഒരു ഏജൻസിയുടെയും പഠനങ്ങളില്ല, പഠനങ്ങൾ നടത്തിയിട്ടില്ല, ഒരു പഠനവും പബ്ലിക് ഡൊമൈനിൽ അവൈലബിളും അല്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ, പാർലമെന്റിന്റെ മേശപ്പുറത്ത് വയ്ക്കൂ. നിങ്ങൾക്ക് എന്താണ് പാർലമെന്റിന്റെ മേശപ്പുറത്ത് വയ്ക്കാൻ വേണ്ടി? ശ്രീ നൗഫൽ ഇടപെടരുത്. ഷാബു പ്രസാദ് പറഞ്ഞു തീരട്ടെ. ശ്രീ നൗഫൽ താങ്കൾക്ക് സംസാരിക്കാനുള്ള പഠന റിപ്പോർട്ട് മേശപ്പുറത്ത് വയ്ക്കൂ. എവിടെ റിപ്പോർട്ട്? ശ്രീ നൗഫൽ താങ്കൾക്ക് സംസാരിക്കാനുള്ള അവസരം തരാം. ഷാബു പ്രസാദ് ചർച്ച മുഴുവിപ്പിക്കണം. ശ്രീ ഷാബു പ്രസാദ്. അദ്ദേഹത്തിന് കഴിയില്ല. ചോദ്യങ്ങൾ വരുമ്പോൾ മറുപടി പറയാൻ കഴിയില്ല. ഇരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. ഗോപകുമാർ സാർ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഈ ഒരു പഠനങ്ങളെയൊക്കെ പൂർണ്ണമായും തള്ളിക്കളയുകയാണോ? എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അതിനകത്തിപ്പോൾ നൗഫൽ സാർ പറഞ്ഞ രണ്ട് കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്നെന്ന് പറയുന്നത് ഗവൺമെന്റിന് അനുകൂലമായ റിപ്പോർട്ടുകൾ മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ. ഗവൺമെന്റ് അനുകൂലമായിട്ട് ഇപ്പൊ തന്നെ 2-3 കമ്പനികൾ റിപ്പോർട്ട് കൊടുത്തു. കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പം എല്ലാ കമ്പനികളും കൃത്യമായിട്ടും ഈ പറഞ്ഞ വാഹന നിർമ്മാണ കമ്പനികൾ ഇതിന് NOC കൊടുത്തിട്ടുണ്ട്. അതായത് ഈ എത്തനോൾ പെട്രോൾ ഉപയോഗിക്കാം എന്ന് പറഞ്ഞതായിട്ടാണ് എന്നോടൊപ്പം ഉണ്ടായിരുന്ന BJP പ്രതിനിധി സംസാരിച്ചത്. പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലായത് 3 കമ്പനികൾ തന്നെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന എത്തനോൾ പെട്രോളുകൾ നമുക്ക് ഉപയോഗിക്കാൻ യോഗ്യമല്ല എന്നുള്ളത് പിന്നീട് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഇതിനകത്ത് 2 കാര്യം നൗഫൽ സാർ പറഞ്ഞത് ശ്രദ്ധിക്കേണ്ടത്, ഇവിടുത്തെ സ്ക്രാപ്പേജ് പോളിസി നടപ്പിലാക്കുന്നതിനുള്ള ഒന്നാമത്തെ ഒരു പടിയാണ് ഇപ്പോൾ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്. 15 വർഷം പഴക്കമുള്ള വാഹനം പൊളിക്കണമെന്ന് പറയുകയും എന്നാൽ അത് 10 വർഷം പോലും ഉപയോഗിക്കാൻ വയ്യാത്ത സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ അതിനെ നിർബന്ധിതരാകുകയും പുതിയ വാഹനം എടുക്കുകയും ചെയ്യും. അതിലൂടെ 2 തരം വരുമാനമാണ് ഗവൺമെന്റ് ഉണ്ടാകുന്ന ടാക്സ്. നമുക്കറിയാം 15 വർഷത്തെ ടാക്സ് അഡ്വാൻസ് ആയിട്ട് അടച്ചുകൊണ്ട് നമ്മളെല്ലാവരും വണ്ടി റോഡിൽ നടക്കുന്നത്. അപ്പൊ അത്രയും വലിയ സംഖ്യ പല രീതിയിൽ ഇൻഷുറൻസ് ഇനത്തിലായിക്കോട്ടെ, ടാക്സ് ഇനത്തിലായിക്കോട്ടെ, പുതിയ വാഹന നിർമ്മാണ കമ്പനികൾക്കുണ്ടാകുന്ന ലാഭം, ഇതൊക്കെ നമുക്ക് ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഞങ്ങൾ ഏറ്റവും വലിയ സമരം നടത്തിയത് 15 വർഷം പഴക്കമുള്ള വാഹനം പൊളിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ വർക്ക്ഷോപ്പ് മേഖലയാണ്. സാധാരണ ഉപഭോക്താക്കൾ അവർക്ക് ഉപയോഗിക്കാൻ കഴിയാത്തൊരു വാഹനവും മെയിൻറ്റെയിൻ ചെയ്യില്ല. അപ്പൊ അവര് പഴയ വാഹനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് ഇപ്പൊ അതിന്റെ മാത്രമല്ല അടുത്തൊരു കണി വന്നിട്ടുണ്ട്. ഇപ്പം ഒരു വാഹനം ടെസ്റ്റ് ചെയ്യണമെങ്കിൽ പോലും ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് സെന്ററിലേക്ക് പോകണം. കേന്ദ്ര ഗവൺമെന്റ് അടുത്തൊരു കെണിയാണത്. അത് സാധാരണ മുമ്പുണ്ടായിരുന്നത് നമ്മുടെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ആ വാഹനം മെയിൻറ്റെയിൻ ചെയ്ത് ഒരു RTO സംവിധാനത്തിലേക്ക് ചെന്നാൽ അവരുടെ MPD അത് കൃത്യമായി പരിശോധിച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് തന്നിരുന്നെങ്കിൽ ഇതിപ്പോൾ ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് സെന്ററിലേക്ക് പോകണം. ആ ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് സെന്ററിലേക്ക് പോകുമ്പോൾ ആ വണ്ടിയുടെ A to Z കാര്യങ്ങൾ ഈ പറയുന്ന ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റിംഗ് മെഷീനിൽ പാസ്സാകണം. അപ്പൊ ആ രൂപത്തിലുള്ള വാഹനങ്ങൾ മാത്രമേ ഇനി നിരത്തിൽ ഉണ്ടാകൂ എന്നുള്ളതാണ് അവിടെ വന്നിരിക്കുന്ന ഏറ്റവും പ്രശ്നം. അതുപോലെ സ്ക്രാപ്പേജ് പോളിസി വരുന്നു. പണ്ടൊരു വാഹനം നമുക്ക് ഉപയോഗയോഗ്യം അല്ലെങ്കിൽ സാധാരണ ഒരു സ്ഥലത്ത് കൊടുത്ത് കിട്ടുന്ന വില വാങ്ങാം, അവർക്കത് പൊളിക്കാം. പക്ഷേ ഇപ്പൊ ഈ സ്ക്രാപ്പേജ് ചെയ്യണമെങ്കിൽ തന്നെ അതിന് ലൈസൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ലൈസൻസ് എടുക്കണമെങ്കിൽ അതിനുള്ള സംവിധാനം ഒരുക്കണമെങ്കിൽ കോടിക്കണക്കിന് 100 കോടിയിലധികം രൂപ ഇൻവെസ്റ്റ്മെന്റ് വേണം. ഈ 2 സംവിധാനം, ഓട്ടോമാറ്റിക് ടെസ്റ്റിംഗ് സെന്ററും അതുപോലെ പൊളിക്കൽ സംവിധാനത്തിന് വേണ്ടിയിട്ടുള്ള സ്ക്രാപ്പ് ചെയ്യുന്നതിനുള്ള സംവിധാനവും ഒരുക്കുന്നു. ഇതൊക്കെ തന്നെ ഇവിടുത്തെ വൻകിട കുത്തകകളുടെ കയ്യിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട 2 പോയിന്റുകളോട് ഇതിനോട് അനുബന്ധമായി പറയാനുള്ളത്. പിന്നെ ഇവിടെ പറഞ്ഞ IIT അല്ലെ മറ്റേതെങ്കിലും ഔദ്യോഗികമായ റിപ്പോർട്ടുകൾ ഒരെണ്ണം പോലും ഈ പറഞ്ഞ പോലെ പാർലമെന്റ് മേശപ്പുറത്ത് വെച്ചിട്ടില്ല. നമുക്ക് പരിചയമുള്ള ഒരുപാട് MP മാരുണ്ട്.
അവരുമായിട്ടൊക്കെ പ്രേമേന്ദ്രൻ സാറുമായിട്ട് കഴിഞ്ഞ ദിവസം സംസാരിച്ചു, ശ്രീകണ്ഠൻ സാറുമായിട്ട് സംസാരിച്ചു. ഇവരൊക്കെ ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴും മനസ്സിലാക്കുന്ന ഇവർക്ക് ആർക്കും അതിൻ്റെ വ്യക്തമായ ഒരു ധാരണയിലേക്ക് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് അരൂപത്തിലാണ്. ഇപ്പം ഞങ്ങളും ഒരുപാട് നിവേദനങ്ങൾ കൊടുത്തുകൊണ്ട് ഇതിൻ്റെ എല്ലാം പുറകിലുണ്ട്. നകുൽ സാറ് പറഞ്ഞ പോലെ നമുക്കൊരു ശക്തമായ സമരം, അത് ഈ വാഹനങ്ങൾ അണിനിരത്തിക്കൊണ്ട് ഇവിടുത്തെ ഒരു നാഷണൽ ഹൈവേയും ചലിക്കാത്ത രീതിയിലേക്ക് വേണം. നമ്മൾ ഡൽഹി മാത്രം ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല. ഒരു ഹൈവേയും ചലിക്കാത്ത രീതിയിൽ വാഹനങ്ങൾ ഇട്ട് ബ്ലോക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പ്രശ്നത്തിന് കണ്ണ് തുറപ്പിക്കും വരെ കൂട്ടായി പോകാം. അതാണ് ഞങ്ങളുടെ സംഘടനയും അതിനോട് യോജിച്ച് തന്നെ പ്രവർത്തിക്കും. അഡ്വക്കേറ്റ് സജിൽ, ഇപ്പോൾ വെഹിക്കിൾ ഓണേഴ്സ് അസോസിയേഷൻ്റെ സംഘടനയും പറയുന്നത്, ഇപ്പോൾ വർക്ക്ഷോപ്പ് അസോസിയേഷൻ സംഘടനയും പറയുന്നത് വളരെ വലിയ രീതിയിലുള്ള ഒരു സമരത്തിലേക്ക് ഇത് മാറും എന്നുള്ളതാണ്. അതേസമയം നീതി ആയോഗിൻ്റെയും IIT കാൺപൂർ പോലെയുള്ള ഓർഗനൈസേഷൻസിൻ്റെയും ഒക്കെ സ്റ്റഡികളെ പൂർണ്ണമായും തള്ളിക്കളയുന്നുമുണ്ട്. അല്ല, നീതി ആയോഗിന്റെ സ്റ്റഡിയും IIT കാൺപൂരിന്റെ സ്റ്റഡിയും നമുക്ക് വായിക്കാൻ ലഭ്യമായോ? നമ്മളത് പരിശോധിച്ചോ? അവതാരകൻ എന്ന നിലയിൽ താങ്കളും പാനലിസ്റ്റുകൾ എന്ന നിലയിൽ ഞങ്ങൾ ഇത് കണ്ടിട്ടില്ല. ഇപ്പൊ നേരത്തെ നൗഫൽ സൂചിപ്പിച്ചതുപോലെ IIT ഖരഗ്പൂരും കാൺപൂരും ഒക്കെ ഏത് തരത്തിലാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടത് നമുക്ക് നന്നായിട്ട് അറിയാം. നീതി ആയോഗ് ആരുടെ കയ്യിലാണ്? കേന്ദ്ര സർക്കാരിന് വിരുദ്ധമായിട്ട് നീതി ആയോഗ് റിപ്പോർട്ട് കൊടുത്താൽ നീതി ആയോഗിന്റെ ഡയറക്ടർ അല്ലെങ്കിൽ തലവന് അവിടെ ഇരിക്കാൻ കഴിയുമോ? അപ്പോ ഇതിനകത്ത് എന്താ വേണ്ടേ? ഇതിനകത്ത് അതൊഴിച്ചാൽ വാഹനത്തിന്റെ എഞ്ചിന്റെ ആ വാൽവിന് കേടുവരും എന്നുള്ള സ്റ്റഡി അല്ല വേണ്ടത്. 80% പെട്രോളും 20% എത്തനോളും കൂടി കലരുമ്പോ ഈ മലിനീകരണ തോത് കുറയ്ക്കുമോ? 1. 2, ഇവിടുത്തെ വാഹനത്തിന്റെ ഫ്യൂവൽ എഫിഷ്യൻസി കൂടുമോ കുറയുമോ? 2, ഈ പാരിസ്ഥിതിക മലിനീകരണ തോത് കുറയ്ക്കാൻ കഴിയുമോ? വാഹനത്തിന്റെ 15 വർഷം അല്ലെങ്കിൽ വാഹനത്തിന് പറഞ്ഞിരിക്കുന്ന എന്താ പറയാ ഈ വാഹനത്തിന്റെ പ്രായത്തിന്റെ തോത് കൂടാനോ കുറയ്ക്കാനോ കഴിയുമോ? ഇത്തരത്തിലുള്ള കോംപ്രഹെൻസീവായ സ്റ്റഡികളല്ലേ വേണ്ടേ? അതല്ലാതെ വാൽവിന് ഇത് പറ്റുമോ? അതല്ലെങ്കിൽ ആ തരത്തിലുള്ള സ്റ്റഡികളാണോ വേണ്ടത്? ഈ ഭരണവർഗത്തിന്, സർക്കാരിന്, കേന്ദ്ര ഗവൺമെന്റിന് അനുകൂലമായി ഉണ്ടാക്കിയ പേപ്പർ റിപ്പോർട്ടുകളല്ല സയന്റിഫിക് സ്റ്റഡി എന്ന് പറയുന്നത്. ആ സയന്റിഫിക് സ്റ്റഡി വരാത്തിടത്തോളം കാലം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വിശ്വസിക്കാനോ മുഖവിലക്കെടുക്കാനോ ഒരു പൗരൻ എന്ന നിലയിൽ എനിക്ക് സാധ്യമല്ല, എന്നെ അതിന് കഴിയുകയുമില്ല എന്ന് പറയുന്നു. നേരിട്ടെ എന്റെ നയം ഞാൻ വ്യക്തമാക്കുന്നു. പിന്നെ ഇവിടെ ഇവര് സൂചിപ്പിച്ചതുപോലെ സമരങ്ങളല്ലാതെ ഇവിടെ എന്താ മാർഗം? ഇവിടെ ജയിച്ചിട്ടുള്ളത്, ഇവിടെ മാറ്റം വിപ്ലവം വന്നിട്ടുള്ളത്, ഇവിടെ ഭരണാധികാരികൾ മുട്ടുമടക്കിയിട്ടുള്ളത് സമരങ്ങളുടെ മുമ്പിലാണെന്നേ. തീർച്ചയായിട്ടും സമരം ചെയ്യണം, അതിലൊന്നും തെറ്റുമില്ല. വ്യക്തമാണ്. ഇന്ധന നയം മാറുമ്പോൾ അത് കണക്കുകളിൽ ഒതുങ്ങുന്ന കാര്യമായിരിക്കില്ല. അതിൻ്റെ ആഘാതം നേരിട്ട് അനുഭവിക്കുന്നത് ഓരോ സാധാരണ മനുഷ്യനും തന്നെയാണ്. കണക്കുകൾ വലിയതാണ്, ലാഭങ്ങൾ ശ്രദ്ധേയമാണ്, നേട്ടങ്ങൾ ഒരു വശത്ത്, ആശങ്കകൾ മറുവശത്ത്. ഇരുവശവും കേൾക്കാതെ ഈ ചർച്ച പൂർണ്ണമാകില്ല. ഈ ചർച്ചയിൽ പങ്കെടുത്ത KP ഗോപകുമാർ, ഷാബു പ്രസാദ്, മംഗലശ്ശേരി നൗഫൽ, അഡ്വക്കേറ്റ് സജിൽ P. എബ്രഹാം, എല്ലാവർക്കും നന്ദി. മറ്റൊരു വിഷയവുമായി അടുത്ത ബുധനാഴ്ച വീണ്ടും കാണാം. ഗുഡ് ബൈ. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.